ഈ കഥ നടക്കുന്നത് ഭൂമിയിലെ സെനോസോയിക് എറയിലാണ്. അതായത് ദിനോസറുകളൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ സമയത്ത്. അന്ന് ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ടീം ഓഫ് വാരിയേഴ്സ് ഉണ്ടായിരുന്നു. അവരെ പറഞ്ഞിരുന്നത് പവർ റേഞ്ചേഴ്സ് എന്നാണ്. ഏലിയൻസ് ആണ് ഇവരൊക്കെ. അവർക്കിടയിൽ ഒരു പ്രശ്നം നടന്നു. അതിനെ തുടർന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇനി കാണിക്കുന്നത്. ആദ്യം കാണിക്കുന്നത് റെഡ് റേഞ്ചറായ സോഡനെയാണ്. അപ്പൊ അവന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ട് അവൻ അവിടെ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. അതിനിടയിൽ അവൻ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവൻ നേരെ പോകുന്നത് യെല്ലോ റേഞ്ചറിന്റെ അടുത്തേക്കാണ്. ഇപ്പൊ സോഡൻ യെല്ലോ റേഞ്ചറിന്റെ അടുത്തെത്തുമ്പോൾ അത് അതിന്റെ സ്യൂട്ടൊക്കെ മാറിയിട്ട് ഇപ്പൊ അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്നു. പക്ഷെ നല്ല പരിക്ക് പറ്റിയതുകൊണ്ട് യെല്ലോ റേഞ്ചറിന് അവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല. ഈ സമയം സോഡൻ പറയുന്നത്, നീ എന്നോട് ക്ഷമിക്ക്, അവളെ എനിക്ക് തടയാൻ പറ്റിയില്ല എന്നാണ്. സോഡൻ അത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്കും യെല്ലോ റേഞ്ചർ മരിച്ചു. അങ്ങനെ യെല്ലോ റേഞ്ചർ മരിച്ചു കഴിയുമ്പോൾ സോഡൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവനൊരു കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഉണ്ട്, ആൽഫ എന്നാണ് അതിന്റെ പേര്. അതിനെ വിളിക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്നത്, ഞങ്ങൾക്കിടയിൽ വലിയൊരു പ്രശ്നം നടന്നു. ആ ഗ്രീൻ റേഞ്ചറായ റീത്ത, അവളാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. അവളെ തടഞ്ഞേ പറ്റൂ. അതിന് നീ ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് ഞാനുള്ള ഈ സ്ഥലത്തേക്ക് ഒരു മെറ്റിയോർ അയക്കി. ഇത്രയും കാര്യങ്ങളൊക്കെ ആ ആൽഫയുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം അവൻ അവന്റെ കയ്യിലുള്ള 2 കോയിൻസ് എടുത്തു. ഒന്ന് അവന്റെ റെഡ് കോയിനും പിന്നെ നേരത്തെ മരിച്ച ആ യെല്ലോ റേഞ്ചറിന്റെ ഒരു കോയിൻ ഉണ്ടല്ലോ, യെല്ലോ, അതും എടുത്തു. എന്നിട്ട് അവൻ അത് അവിടുത്തെ നിലത്തേക്ക് വെച്ചു. ഈ സമയം അത് 5 കോയിൻസ് ആയിട്ട് മാറി. അങ്ങനെ അത് 5 എണ്ണമായിട്ട് മാറിക്കഴിയുമ്പോൾ സോഡൻ ഇപ്പൊ ആ കോയിൻസിന്റെ അടുത്ത് പറയുന്നത്, അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് മാത്രമേ നിങ്ങൾ എത്താൻ പാടുള്ളൂ എന്നാണ്. എന്നാൽ സോഡൻ അത്രയും പറഞ്ഞു കഴിയുമ്പോഴാണ് ആ ഗ്രീൻ റേഞ്ചർ അങ്ങോട്ട് വരുന്നത്. റീത്ത റിപ്പിൾസ, നീ എന്ത് പണിയാണ് സോഡൻ ഈ കാണിച്ചത്? ആ സിയോ ക്രിസ്റ്റൽ നമ്മുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഈ യൂണിവേഴ്സിനെ തന്നെ ഭരിച്ചുകൂടായിരുന്നു. ഇതിപ്പം നീ എന്റെ കൈ കൊണ്ട് മരിക്കേണ്ട അവസ്ഥയാണല്ലോ. ഇല്ല റീത്ത, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. പിന്നെ നിന്റെ കൈ കൊണ്ട് ഞാൻ മരിക്കാൻ പോകുന്നില്ല. മരിക്കുന്നുണ്ടെങ്കിൽ നിന്നെയും കൊണ്ടേ ഞാൻ പോവുള്ളൂ. സോഡൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആൽഫ അയച്ച മെറ്റിയോർ അവൻ കിടക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പതിച്ചു. പിന്നീട് നടക്കുന്നത് വലിയൊരു പൊട്ടിത്തെറിയാണ്. അങ്ങനെ ആ പൊട്ടിത്തെറിയിൽപ്പെട്ട് ഭൂമിയിലുണ്ടായിരുന്ന ദിനോസറുകളടക്കം സകല ജീവജാലങ്ങളും മരിച്ചു. എന്നാൽ അതിനിടയിൽ റീത്തയാണെങ്കിൽ നേരെ കടലിലേക്കാണ് തെറിച്ചു പോകുന്നത്. അവളിങ്ങനെ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുമ്പോൾ അവിടെ ശരീരത്തിൽ നിന്നും ആ ഗ്രീൻ കോയിനും തെറിച്ചുപോയി. ഇതേസമയം തന്നെ സോഡൻ ആണെങ്കിൽ അവിടെ ഇങ്ങനെ നിലത്ത് കിടക്കുന്നുണ്ട്. പുള്ളി ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടി ശ്വാസം എടുക്കുന്ന ശബ്ദം കേൾക്കാം. മാത്രമല്ല അതിനപ്പുറത്തായിട്ട് ഒരു പ്രകാശവും കാണാം. അങ്ങനെ 65 മില്യൺ വർഷങ്ങൾ കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ ഒരു ഹീറോ. ഇവന്റെ പേര് ജെയ്സൺ എന്നാണ്. അവനും അവന്റെ 2 ഫ്രണ്ട്സും കൂടെ ഇപ്പൊ ഒരു പശുവിനെ പിടിക്കാൻ വന്നിരിക്കുകയാണ്. എന്തൊരു പ്രാങ്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പശുവിനെ പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പോലീസുകാർ വരുന്നത്. അതിന് തുറന്ന് അവർ വേഗം വണ്ടി എടുത്തിട്ട് വളരെ വേഗത്തിൽ ഓടിച്ചു പോകാൻ തുടങ്ങി. പോലീസുകാരും അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു പോക്കിന്റെ ഇടയിൽ ജെയ്സന്റെ വണ്ടി ആക്സിഡന്റ് ആയി. മാത്രമല്ല അത് പൂർണ്ണമായിട്ട് തകർന്നു പോവുകയും ചെയ്തു. അങ്ങനെ 3 ആഴ്ചകൾക്ക് ശേഷം ജെയ്സൺ ഇപ്പൊ റെക്കവറായി. ഇന്ന് അവന്റെ അച്ഛൻ അവന്റെ സ്കൂളിലേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പൊ പോലീസുകാർ അവനെ പിടിച്ചതുകൊണ്ട് കുറെ വർഷത്തേക്ക് ഇനി ഇവൻ ഹൗസ് അറസ്റ്റിലാണ്. ഇപ്പൊ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അവന്റെ കാല് കാറിന്റെ ഡാഷ്ബോർഡിലേക്ക് വെക്കുമ്പോൾ അവന്റെ കാലിലായിട്ട് ഒരു ഡിവൈസ് കണ്ടില്ലേ, ഇതൊരു ട്രാക്കറാണ്. ഇവൻ ഇനി വീട്ടിലും ഈ സ്കൂളിലും മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടം വിട്ട് വേറെ എങ്ങോട്ട് പോയി കഴിഞ്ഞാലും ആ ട്രാക്കർ വഴി പോലീസുകാർക്ക് ഇവനെ പിടിക്കാൻ പറ്റും. ഈ ഒരു അവസ്ഥയിലാണ് ഇവനിപ്പോ. ഇവൻ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഇപ്പൊ പോലീസുകാർ പിടിച്ചുകൊണ്ട് ഇപ്പൊ അവന്റെ ഫുട്ബോൾ ഭാവിയും പോയി, പഠിത്തമൊക്കെ ഏകദേശം കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലുമാണ്. ആർക്കും ഇപ്പൊ അവനൊരു വിലയുമില്ല. നേരത്തെ തന്നെ ഇവനും ഇവന്റെ അച്ഛനും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൂടെ ആയതുകൊണ്ട് അവന്റെ അച്ഛനാണെങ്കിൽ വല്ലാത്തൊരു കലിപ്പിലാണ്. എന്നാൽ പണ്ട് മുതലേ അവനാണെങ്കിൽ അവന്റെ അച്ഛനെ മൈൻഡ് ചെയ്യാറുമില്ല. അങ്ങനെ ജെയ്സൺ ഇപ്പൊ അവന്റെ സ്കൂളിലേക്ക് കയറി അവിടെ നിന്നിട്ട് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി എതിരെ വരുന്നത്. ഇവളുടെ പേര് കിംബർലി. ഇവളും തമ്മിൽ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. എങ്കിലും അവളെ കണ്ടപ്പം അവനൊരു ഹായ് പറഞ്ഞു. എന്നാൽ അവളാണെങ്കിൽ അവനെ മൈൻഡ് ചെയ്യാതെ ക്ലാസ്സിലേക്ക് പോവുകയും ചെയ്തു. ഈ സമയത്ത് ക്ലാസ്സിലെ പിള്ളേരൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അവരിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിള്ളേരെല്ലാവരും തന്നെ ജെയ്സനെ പോലെ വീട്ടുതടങ്കലിൽ കഴിയുന്നവരാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്കൂള്. അങ്ങനെ ജെയ്സൺ ഇപ്പം അവന്റെ ക്ലാസ്സിലേക്ക് എത്തി. ജെയ്സൺ അങ്ങോട്ട് വരുമ്പോൾ തന്നെ കോൾട്ട് എന്ന് പറയുന്ന ഒരു പയ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. അവനിപ്പോ ജെയ്സനെ കളിയാക്കാൻ തുടങ്ങി. എന്നാൽ അവനാണെങ്കിൽ അത് വലിയ കാര്യമാക്കുന്നുമില്ല. ഇതേസമയം തന്നെ ആ ക്ലാസ്സിൽ മറ്റൊരു പയ്യനുണ്ട്. ഇവന്റെ പേര് ബില്ലി എന്നാണ്. ഒരു ഓട്ടിസം ബാധിച്ച പയ്യനാണ് അവൻ. എങ്കിലും പഠിത്തത്തിൽ ആള് പുലിയാണ്. അവൻ അവിടെ എന്തോ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കോൾട്ട് വന്നിട്ട് ബില്ലിനെ ശല്യം ചെയ്യുന്നത്. ഇത് ഈ കോൾട്ടിന്റെ സ്ഥിരം പരിപാടിയാണ്. എപ്പോ ബില്ലിയെ കണ്ടാലും അവനെ ഉപദ്രവിക്കാം. എന്നാൽ പാവം ബില്ലി ആണെങ്കിൽ തിരിച്ചൊന്നും ചെയ്യാറില്ല. ഇപ്പൊ കോൾട്ട് ബില്ലിയെ ഉപദ്രവിക്കുന്ന കാണുമ്പോൾ ജെയ്സൺ അങ്ങോട്ട് വന്നു. എന്നിട്ട് ആ കോൾട്ടിന്റെ മൂന്തക്കെട്ട് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്നത്, നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ പരിചയപ്പെടുന്നത്, ഇനി അങ്ങോട്ട് ഈ ക്ലാസ്സിൽ ഞാനും ഉണ്ടാവും. അതുകൊണ്ട് നീ എന്റെ അടുത്തേക്കോ ബില്ലിയുടെ അടുത്തേക്കോ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കത്തില്ല എന്നൊരു അവസ്ഥ എന്നും പറഞ്ഞിട്ട് ജെയ്സൺ അപ്പുറത്തേക്ക് പോയി. അവനാ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് കിംബർലി അവിടെ ഇരിക്കുന്നത്. അതിനിടയിലാണ് അവളുടെ ഫോണിലൊരു മെസ്സേജ് വരുന്നത്. അവളുടെ ഒരു ഫ്രണ്ട് അയച്ചതാണ്. നീ ഉടനെ തന്നെ ബാത്റൂമിലേക്ക് വാ എന്നാണ് ആ മെസ്സേജ് പറയുന്നത്. അവൾ അത് വായിച്ചു തീർന്നതും അവരുടെ സാർ അങ്ങോട്ട് വന്നു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ കിം വേഗം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ കിംബർലി ഇപ്പൊ ബാത്റൂമിലേക്ക് എത്തി. ഈ സമയം അവളുടെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് അവിടെ നിൽക്കുന്നുണ്ട്. ഇതിൽ ചുവന്ന ഡ്രസ് ഇട്ട പെണ്ണിനെ കണ്ടില്ലേ, ഇവളുടെ ഒരു ഇന്റിമേറ്റ് ഫോട്ടോ ഈ കിംബർലി ഏതൊരുത്തന് അയച്ചു കൊടുത്തു. ആ കാര്യം ഇപ്പോൾ ഇവൾ അറിഞ്ഞു. അതിനെക്കുറിച്ച് ചോദിക്കാനാണ് അവരിപ്പോൾ ഇവിടെ ബാത്റൂമിലേക്ക് വിളിച്ചിരിക്കുന്നത്. എന്നാൽ ആ പെണ്ണ് അത് ചോദിക്കുമ്പോൾ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ കാര്യം അറിയാതെ ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നൊക്കെ കിംബർലി പറഞ്ഞു.
എന്നാൽ അവരത് വിശ്വസിക്കുന്നില്ല. മാത്രമല്ല ഈ രണ്ട് ലേഡീസും അവളുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത ആളെയാണ്. ഇവർ 3 പേര് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതിലൊരുത്തിപ്പ് ഒരു കത്രിക എടുത്തിട്ട് ആ ഫോട്ടോയിലെ കിംബർലിയുടെ ഫോട്ടോ മാത്രം കണ്ട് കയറി കളയാണ്. എന്നിട്ട് ആ കത്രിക അവിടെ കുത്തിവെച്ചിട്ട് അവരവിടുന്ന് പോവുകയും ചെയ്തു. ഇതെല്ലാം കാണുമ്പോൾ കിംബർലിക്കാണെങ്കിൽ വല്ലാത്തൊരു വിഷമമായിരുന്നു. എങ്കിലും ഇതുകൊണ്ടൊന്നും അവൾ തളരുന്നില്ല. അവൾ ആ കത്രിക ഊരിയെടുത്തിട്ട് അവളുടെ മുടിയുടെ പകുതി അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ടാണ് അവൾ തിരിച്ച് ക്ലാസ്സിലേക്ക് പോകുന്നത്. അങ്ങനെ മുടിയും കട്ട് ചെയ്തിട്ട് അവൾ ക്ലാസ്സിലേക്ക് വരുന്ന കാണുമ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ശരിക്കും അത്ഭുതമായി. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ പിള്ളേരെല്ലാവരും സ്കൂളിൽ നിന്ന് ഇറങ്ങി. ഈ സമയത്താണ് ബില്ലി ഇപ്പൊ ജേസന്റെ അടുത്തേക്ക് വരുന്നത്. ബില്ലി പറയുന്നത്, എടാ നീ എന്നെ അവിടുന്ന് രക്ഷിച്ചല്ലോ, അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഫ്രണ്ട്സായി. നിനക്ക് എന്റെ ഒരു കാര്യത്തിന് കൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് രാത്രി അർജന്റായിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകണം, നിനക്കും കൂടെ എന്റെ കൂടെ ഒന്ന് വന്നൂടെ? അതാവുമ്പോൾ എനിക്ക് ധൈര്യമാവുകയും ചെയ്യും. എന്നാൽ ബില്ലി അത് പറയുമ്പോൾ, നീ എന്തൊക്കെയാ ബില്ലി പറയുന്നത്? നിനക്കറിയത്തില്ലേ ഞാൻ ഹൗസ് അറസ്റ്റിലാണെന്ന്? എന്റെ കയ്യിൽ ഡിവൈസ് നീ കണ്ടില്ലേ? 7 മണിയാകുമ്പോൾ എനിക്ക് വീട്ടിൽ കയറണം, അല്ലാതെ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും പോലീസുകാർ എന്നെ പിടിക്കും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, ആ ഡിവൈസ് എങ്ങനെ ഡിസേബിൾ ചെയ്യണം എന്ന് എനിക്കറിയാം. നീ ഒരു കാര്യം ചെയ്യ്, 7 മണിക്ക് മുമ്പേ എന്റെ വീട്ടിലേക്ക് വാ. ആ ഡിവൈസിൽ ഡിസേബിൾ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും എന്റെ വീട്ടിലുണ്ട് എന്നാണ് ബില്ലി പറയുന്നത്. ജേസൺ ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ജേസൺ അവന്റെ വീട്ടിലേക്ക് എത്തി. എന്നാൽ വീട്ടിലേക്ക് കയറി ചെന്ന ഉടനെ തന്നെ അവന്റെ അച്ഛൻ അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി, ഇവൻ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ കേട്ട് ജേസന് ശരിക്കും അങ്ങോട്ട് ഭ്രാന്ത് പിടിച്ചു. അതുകൊണ്ട് അവൻ വേഗം അവന്റെ സൈക്കിൾ എടുത്തിട്ട് ബില്ലിയുടെ വീട്ടിലേക്ക് പോവാണ്. 6:56 ജേസൺ ബില്ലിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഇനി 4 മിനിറ്റ് അവന് സമയമുള്ളൂ. അതിനുള്ളിൽ ആ ഡിവൈസ് ഡിസേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലീസുകാർ അവനെ അന്വേഷിച്ചു വരും. അതോട് പെട്ടെന്ന് തന്നെ ബില്ലി അവന്റെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഡിവൈസ് ഡിസേബിൾ ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അങ്ങനെ കറക്റ്റ് 7 മണിയാകുമ്പോഴേക്കും ബില്ലി ആ ഡിവൈസ് ഡിസേബിൾ ചെയ്തു. എന്നിട്ട് അവൻ വേറെ എന്തൊക്കെയോ പണി അതിൽ ഒപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസുകാർ അവിടുന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇവൻ വീട്ടിൽ തന്നെയാണ് എന്നേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ ആ ഡിവൈസിൽ നിന്ന് ഫ്രീ ആയി കഴിയുമ്പോൾ ആ സന്തോഷത്തിൽ ജേസൺ ബില്ലിയെ കെട്ടിപ്പിടിക്കുകയാണ്. മാത്രമല്ല അവൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാം എന്ന് ജേസൺ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ വേഗം തന്നെ ബില്ലി അവന്റെ വണ്ടി എടുത്തു. ജേസനാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ബില്ലി പറഞ്ഞ പ്രകാരം ജേസൺ ബില്ലിയെ കൊണ്ട് നേരെ പോകുന്നത് ഒരു കോറിയിലേക്കാണ്, വലിയൊരു കോറിയിലേക്ക്. അങ്ങനെ അവിടെ എത്തി വണ്ടി നിർത്തിയതിനു ശേഷം ബില്ലിയുടെ ഒരു പെട്ടി താങ്ങി പിടിച്ചുകൊണ്ട് അവർ 2 പേരും ആ കോറിക്കുള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. നല്ല വെയിറ്റ് ഉണ്ട് ആ പെട്ടിക്ക്. അതുകൊണ്ട് തന്നെ കുറെ നടന്നു കഴിയുമ്പോൾ അത് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ജേസൺ ആ പെട്ടി അവിടെ വെച്ചു. എന്റെ അവൻ പറയുന്നത്, നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്, എന്താണ് നീ ചെയ്യാൻ പോകുന്നത് എന്നൊന്നും നീ എന്നോട് പറഞ്ഞിട്ടില്ല. ഈ പെട്ടിക്കാണെങ്കിൽ നല്ല വെയിറ്റ്, എനിക്കിത് താങ്ങി മടുത്തു. അതേക്കുമ്പോ നോക്ക് ജേസൺ, ഇതുവരെ ആരും കണ്ടുപിടിക്കാത്ത ഒരു കാര്യം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഈ കോറിക്കുള്ളിൽ. അതെനിക്കൊന്ന് പരിശോധിക്കണം. അതിനു വേണ്ട സാധനങ്ങളാണ് ഈ പെട്ടിക്കകത്തുള്ളത്. അതുകൊണ്ട് നീ ഒന്ന് വാ, നമ്മൾ തൊട്ടടുത്തെത്തി. എന്നാൽ ബില്ലി അത് പറഞ്ഞിട്ടും ജേസൺ സമ്മതിക്കുന്നില്ല. ഇവിടെ എന്താണുള്ളതെന്ന് എനിക്ക് അറിയണ്ട, എനിക്ക് നിന്നെ ഇനി സഹായിക്കാനും വയ്യ എന്നും പറഞ്ഞിട്ട് ജേസൺ അവിടുന്ന് പോയി. ഇതേസമയം തന്നെ ആ കോറിയുടെ കുറച്ച് അപ്പുറത്തായിട്ട് വേറൊരു പയ്യൻ ഇരിക്കുന്നുണ്ട്. ഇവന്റെ പേര് സാക്ക് എന്നാണ്. അവന്റെ ബൈനോക്കുലറിലൂടെ നോക്കുമ്പോൾ കുറെ ദൂരെ ഒരു പാറയുടെ മുകളിലായിട്ട് ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. ഇവളുടെ പേര് ട്രിനി. അവൾ അവിടെ ഇങ്ങനെ പാട്ടും കേട്ടോണ്ട് എന്തോ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാക്ക് പല തവണയായിട്ട് ഇവളെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അത് ആരാണ് എന്ന കാര്യം ഇവന് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അങ്ങനെ നേരെ ഇരുട്ടാനായി. ജേസൺ ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ആ കാറിന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ ഈ സമയത്താണ് ഒരു പെൺകുട്ടി പാട്ട് പാടുന്ന അവൻ കേൾക്കുന്നത്. അതിനെ തുടർന്ന് അവൻ അവിടുത്തെ കാട്ടിനുള്ളിലേക്ക് നടന്നു. ഈ സമയം കുറച്ച് അപ്പുറത്തായിട്ട് ഒരു പാറയുടെ മുകളിൽ നമ്മുടെ കിംബർലി നിൽക്കുന്നുണ്ട്. അവളിപ്പം ആ പാറയുടെ മുകളിൽ നിന്നും താഴെ വെള്ളത്തിലേക്ക് ചാടി. എന്നാൽ ചാടിക്കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടും അവൾ പൊങ്ങി വരുന്നില്ല. അത് കാണുമ്പം ജേസന് ശരിക്കും ടെൻഷനായി. അവനിങ്ങനെ കിംബർലിന്ന് ഇങ്ങനെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് കിംബർലി അവന്റെ പുറകിൽ വരുന്നത്. അവൾ വേറെ ഏതോ വഴിയിലൂടെ കയറി വന്നതാണ്. അപ്പൊ അവള് ചോദിക്കുന്നത്, നിന്റെ പേര് ജേസൺ എന്നല്ലേ? നിന്നെ ഞാൻ ക്ലാസ്സിൽ കണ്ടായിരുന്നു, പക്ഷെ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ലല്ലോ, പിന്നെ എന്താ അധികാരത്തിലാണ് നീ എന്റെ പേര് വിളിച്ച് നിലവിളിക്കുന്നത്? അവൾ ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അവൻ ചമ്മിപ്പോയി. എങ്കിലും അവൻ പറയുന്നത്, നീ എന്റെ ക്ലാസ്സിലുള്ളതല്ലേ, അതുകൊണ്ട് നീ പൊങ്ങി വരാത്ത കണ്ടപ്പോൾ ടെൻഷനായിപ്പോയി, അതുകൊണ്ടാണ് പേര് വിളിച്ചത് എന്നാണ് അവൻ പറയുന്നത്. ഈ സമയം തന്നെ ബില്ലി ആണെങ്കിൽ ആ കോറിയിലെ അവിടെ ആ സ്പോട്ടിലേക്ക് എത്തി. അവിടെ എത്തിയതിനു ശേഷം അവൻ ആ പെട്ടി തുറന്നിട്ട് അതിൽ നിന്ന് കുറച്ച് വയറുകൾ എടുത്തു. എന്നിട്ട് ആ വയറുകളൊക്കെ അവൻ ആ കോറിയിലെ പാറയിലേക്ക് സെറ്റ് ചെയ്തു. എന്നിട്ട് ആ വയറിന്റെ മറ്റേ അറ്റം ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാണ്. അതിനുശേഷം അവൻ ആ ബാറ്ററി ഓൺ ചെയ്തു. അതോടുകൂടെ വലിയൊരു പൊട്ടിത്തെറിയും നടന്നു. ബില്ലി ആണെങ്കിൽ പുറകിലേക്ക് തെറിച്ചു പോവുകയും ചെയ്തു. ഈ സമയം അവന്റെ ആ നിലവിളി ശബ്ദം കിംബർലിയും ജേസണും കേട്ടു. അതുകൊണ്ട് തന്നെ അവരും വേഗം തന്നെ ബില്ലിയുടെ അടുത്തേക്ക് ഓടിയെത്തി. മാത്രമല്ല ഈ ശബ്ദം കേട്ട് സാക്കും അങ്ങോട്ട് ഓടിയെത്തി. പക്ഷെ അവര് നോക്കുമ്പോൾ ബില്ലിക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഈ സമയം സാക്ക് അവനോട് ചോദിക്കുന്നത്, നീ എന്താണ് ഇവിടെ കാണിക്കുന്നത്? പല തവണയായിട്ട് ഞാൻ നിന്നെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സാക്ക് അവനെ പിടിച്ച് തള്ളാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ജേസൺ അങ്ങോട്ട് വരുന്നത്. ജേസൺ വന്ന ഉടനെ തന്നെ സാക്കിനെ പിടിച്ചു മാറ്റി. എന്നിട്ട് അവർ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ആ പാറയുടെ മുകളിലേക്ക് ആ ട്രിനി വരുന്നത്. അവൾ പാടൊന്ന് ചോദിക്കുന്നത്, ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണല്ലോ, നിങ്ങളെല്ലാവരും കൂടെ ഇവിടെ എന്തെടുക്കാണ്? അവൾ അത് ചോദിച്ച് തീരുമ്പോഴാണ് ആ പാറ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത്. അതോടുകൂടെ മുകളിൽ നിൽക്കുന്ന ട്രിനിയും താഴേക്ക് വീണു. പക്ഷെ ആ പാറ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ടും അവർക്ക് ആർക്കും ഭാഗ്യത്തിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ അവർ 5 പേരും വേഗം തന്നെ അവിടെ എഴുന്നേറ്റു. എന്നാൽ ഈ സമയത്താണ് അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച അവർ കാണുന്നത്. ആ പാറ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ ഭാഗത്ത് ഗ്ലാസ് പോലെ എന്തോ ഒരു കാര്യം അവർക്ക് ശ്രദ്ധിച്ചു. അവർ വേഗം തന്നെ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ ഗ്ലാസിന്റെ അപ്പുറത്തായിട്ട് പല നിറത്തിലുള്ള കല്ലുകൾ അവർ കണ്ടു.
അത് കാരണം സാക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു മഴു എടുത്തിട്ട് ആ ഗ്ലാസ് ഒക്കെ വെട്ടിപ്പൊളിക്കുകയാണ്. അങ്ങനെ ഓരോരോ കല്ലുകളായിട്ട് താഴേക്ക് വീണു. എല്ലാവരും തന്നെ ഓരോരോ കല്ലുകൾ എടുക്കുകയും ചെയ്തു. അതിൽ ചുവന്ന കല്ലെടുക്കുന്നത് ജേസനാണ്, ട്രിനി എടുക്കുന്നത് മഞ്ഞ കല്ല്, പിങ്ക് കല്ലെടുക്കുന്നത് കിംബർലി, സാക്കിന് കിട്ടിയത് ബ്ലാക്ക് കല്ലാണ്, അതേപോലെ ബില്ലിക്ക് കിട്ടിയത് ബ്ലൂ. അങ്ങനെ ആ കല്ലുകളൊക്കെ അവർ എടുത്തു കഴിയുമ്പോഴാണ് സെക്യൂരിറ്റീസ് അങ്ങോട്ട് വരുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും അവരെല്ലാവരും അവിടെ ഓടി. ഈ സമയം ജെയ്സണും ബില്ലിയും വേഗം തന്നെ അവരുടെ കാറിലേക്ക് കയറി പെട്ടെന്ന് തന്നെ വണ്ടി ഓടിച്ചിട്ട് മുന്നോട്ട് പോവാണ്. അങ്ങനെ അവർ കുറെ പോയി ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും ആ സെക്യൂരിറ്റീസ് ഒക്കെ അവരെ ഫോളോ ചെയ്ത് വരാൻ തുടങ്ങി. അവരെല്ലാവരും കുറെ വണ്ടികളിലാണ് ഇവർ ഫോളോ ചെയ്ത് വരുന്നത്. അതിനിടയിലാണ് കുറച്ച് അപ്പുറത്തു കൂടെ കിംബർലിയും ട്രിനിയും ഓടിപ്പോകുന്നവർ കാണുന്നത്. അത് കണ്ടതും ജേസൺ വേഗം വണ്ടിയുടെ പുറകിലേക്ക് ഇരുന്നിട്ട് വണ്ടിയുടെ വാതിലോർന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവരെ രണ്ടുപേരെയും വണ്ടിക്കകത്ത് കയറ്റി. പക്ഷെ അവർ നോക്കുമ്പോൾ സാക്കിനെ ആ ഏരിയയിലൊന്നും കാണുന്നില്ല. അങ്ങനെ അവരെ വണ്ടിയിലേക്ക് കയറ്റി അവർ മുന്നോട്ട് പോകുമ്പോഴാണ് വണ്ടി അവിടുത്തെ ഒരു ബ്രിഡ്ജിൽ ചെന്നിടിക്കുന്നത്. അതോടുകൂടെ അത് താഴേക്ക് വീണു. അങ്ങനെ അത് താഴേക്ക് വീണ് കഴിയുമ്പോൾ ആ സെക്യൂരിറ്റീസിന്റെ വണ്ടിയൊക്കെ ആ ബ്രിഡ്ജിന്റെ അപ്പുറത്ത് ബ്ലോക്കായി. അങ്ങനെ പെട്ടെന്ന് തന്നെ ജേസണും ടീമും ആ കോറയിൽ നിന്ന് വെളിയിലേക്ക് കാണും. എന്നാൽ ഈ സമയം അവർ നോക്കുമ്പോൾ അതിലെ ട്രെയിൻ വരുന്നുണ്ട്. ആ ട്രെയിൻ അവിടേക്ക് എത്തുമ്പോഴേക്കും ആ റെയിൽവേ ക്രോസ് അവർക്ക് പാസ് ചെയ്യണം. അതിനുവേണ്ടി വളരെ വേഗത്തിലാണ് അവർ വണ്ടി ഓടിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് കുറച്ച് അപ്പുറത്തു കൂടെ സാക്ക് വരുന്നത്. സാക്ക് ഇപ്പോൾ അവരുടെ വണ്ടി കാണുമ്പോൾ അവൻ വേഗം തന്നെ ആ വണ്ടിക്ക് മുകളിലേക്ക് ചാടി. അതിനെ തുടർന്ന് ബാക്കിയുള്ളവർ അവൻ വണ്ടിക്കകത്ത് കയറ്റുകയും ചെയ്തു. ഇനി പെട്ടെന്ന് ആ റെയിൽവേ ക്രോസ് പാസ് ചെയ്തു പോകണം. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ആ ട്രെയിൻ പാസ് ചെയ്യുന്നതിന് മുമ്പ് അവർക്കത് ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും ട്രെയിൻ വന്നിട്ട് അവരുടെ കാറിനിടിച്ചു. അതിൽപ്പെട്ട് കാറാണെങ്കിൽ ദൂരേക്ക് തെറിച്ചു പോവുകയും ചെയ്തു. മാത്രമല്ല ആ ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായിട്ടും തകർന്നുപോയി. ഇനി കാണിക്കുന്നത് ഒരു ഫിഷിംഗ് ബോട്ടാണ്. നമ്മുടെ ജേസൺ ഉണ്ടല്ലോ, അവന്റെ അച്ഛന്റെ ഫിഷിംഗ് ബോട്ടാണത്. അവരിപ്പോൾ ഒരു വല നിറയെ മീനിനെ വലിച്ചിട്ട് ബോട്ടിലേക്ക് കയറ്റി. എന്നിട്ട് അവർ ആ മീൻ ചെക്ക് ചെയ്യുമ്പോഴാണ് ആ മീനുകൾക്കിടയിൽ നിന്നും അവർക്കൊരു ബോഡി കിട്ടുന്നത്. ഇത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ റീത്തയുടെ ബോഡിയാണ്. അവർ നോക്കുമ്പോൾ അതിന് അനക്കൊന്നും കാണുന്നില്ല. മാത്രമല്ല അത് സാധാരണ ഒരു മനുഷ്യന്റെ ബോഡിയല്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ അതിനെടുത്തിട്ട് മീനുകളുടെ കൂടെ ഐസിലിട്ടു. എന്നിട്ട് അവരെല്ലാവരോടും പോയി. എന്നാൽ റീത്തയ്ക്ക് ഇപ്പോഴും ജീവനുണ്ട്. മാത്രമല്ല പച്ചക്കല്ലും അവളുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. അതിങ്ങനെ ഗ്ലോ ആവാൻ തുടങ്ങി. ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ പിറ്റേ ദിവസമായി പിള്ളേര് നോക്കുമ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിലാണ്. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് അവർ അങ്ങോട്ട് എത്തിയത് എന്ന കാര്യം ആർക്കും മനസ്സിലായിട്ടില്ല. ഇപ്പൊ ജേസൺ അവന്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ സിനിമയുടെ തുടക്കത്തിലുണ്ടായ ആക്സിഡന്റ് കാരണം അവന്റെ കാല് ഫ്രാക്ചർ ആയിട്ട് അവിടെ ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ റിമൂവ് ആയിട്ടുണ്ട്. മാത്രമല്ല അവന്റെ കാലിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അവനിപ്പോൾ അവന്റെ പാന്റിന്റെ പോക്കറ്റ് തപ്പി നോക്കുമ്പോൾ അവന്റെ പോക്കറ്റിലായിട്ട് ആ ചുവന്ന കല്ലിരിക്കുന്നുണ്ട്. അവൻ അതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കിംബർലി നോക്കുമ്പോൾ അവളുടെ കയ്യിലും ആ കോയിൻ ഇരിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അവൾക്കും മനസ്സിലായിട്ടില്ല. ഇതേ അവസ്ഥ തന്നെയാണ് ബില്ലിയുടെ കാര്യവും. അവനിപ്പോൾ അവന്റെ റൂമിൽ എന്തോ ചെക്ക് ചെയ്യാൻ വേണ്ടി റൂമിന്റെ അലമാര ഇങ്ങോട്ട് തുറന്നു. എന്നാൽ അത് തുറന്നതും അതിന്റെ ഡോർ ഇളകിയിട്ട് അവന്റെ കയ്യിൽ പോന്നു. ഇതേ സമയം തന്നെ ജേസൺ ആണെങ്കിൽ അവന്റെ ആ കല്ല് അവിടുത്തെ ടേബിളിലേക്ക് വെച്ചിട്ട് അവൻ നേരെ ബാത്റൂമിലേക്ക് പോയി. എന്നാൽ ബാത്റൂമിലേക്ക് ഇന്ന് കഴിയുമ്പോൾ അവിടുത്തെ വാഷ് ബേസിന്റെ മുകളിലായിട്ട് അതേ കല്ലിരിക്കുന്നു. അവനൊന്നും മനസ്സിലായില്ല. അതിനിടയിലാണ് അവന് വല്ലാണ്ട് ഛർദ്ദിക്കാൻ വരുന്നത്. അങ്ങനെ അവൻ ഛർദ്ദിക്കാൻ വേണ്ടി ക്ലോസറ്റിന്റെ അടുത്തേക്ക് ഇരുന്നു. എന്നാൽ ഈ സമയത്താണ് ആ കല്ലിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല അവൻ ഛർദ്ദിക്കുന്നതിന്റെ ഇടയിൽ അവൻ അവിടുത്തെ വാഷ് ബേസിൽ പിടിച്ചു. എന്നാൽ പിടിച്ചതും അതിലൊരു കഷ്ണം കെട്ട് ഇളകി പോന്നു. ഈ സമയം കിംബർലി ആണെങ്കിൽ അവളുടെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. അതിനിടയിലാണ് അവളുടെ ഫ്രണ്ട്സ് അവളെ കളിയാക്കിക്കൊണ്ടുള്ള 2-3 മെസ്സേജ് അയക്കുന്നത്. അത് കണ്ടതും അവൾ ദേഷ്യത്തിൽ ആ ഫോൺ ഒന്ന് ഞെക്കി. എന്നാൽ ഞെക്കിയതും ആ ഫോൺ ആണെങ്കിൽ പൊടിഞ്ഞുപോയി. അത് കണ്ട് അവൾ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ബില്ലി ഇപ്പം അവന്റെ സ്കൂളിലേക്ക് എത്തി. അവനിപ്പോൾ അവന്റെ ഷെൽഫ് തുറന്നിട്ട് അവന്റെ ഒരു ഫയൽ എടുത്തു. എന്നാൽ അതിനിടയിലാണ് ആ കോൾട്ട് വരുന്നത്. കോൾട്ട് വന്നിട്ട് പഴയതുപോലെ തന്നെ അവനെ ഉപദ്രവിക്കാൻ തുടങ്ങി. കോൾട്ട് ഇപ്പോൾ അവന്റെ കൈ പിടിച്ചിട്ട് ഒടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ കോൾട്ട് എത്ര ശ്രമിച്ചിട്ടും അവന്റെ കൈ ഒടിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ബില്ലിക്കാണെങ്കിൽ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അത് കാണുമ്പോൾ അവന് വല്ലാണ്ട് ദേഷ്യം വന്നു. അതുകൊണ്ട് തന്നെ കോൾട്ട് അവന്റെ തല വെച്ചിട്ട് ബില്ലിയുടെ തലക്കിട്ട് ഇടി കൊടുത്തു. എന്നാൽ ഇടിച്ചത് മാത്രമേ കോൾട്ടിന് ഓർമ്മയുള്ളൂ. ബില്ലിക്കൊന്നും പറ്റിയില്ല. പകരം കോൾട്ട് ബോധം കെട്ടി താഴേക്ക് വീണു. ഇതെല്ലാം ബാക്കിയുള്ള കുട്ടികളും ശ്രദ്ധിക്കുന്നുണ്ട്. ബില്ലി ഇപ്പൊ കോൾട്ടിനെ അടിച്ചിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ശരിക്കും അത്ഭുതമായി. മാത്രമല്ല കുറെ പിള്ളേരിപ്പം ബില്ലിയുടെ ഫാൻ ആവുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും ജേസൺ സ്കൂളിലേക്ക് എത്തി. അവൻ നേരെ ചെല്ലുന്നത് കിംബർലിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് അവന്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞു. അവൻ അത് പറഞ്ഞു കഴിയുമ്പോൾ നിന്റെ അതേ അവസ്ഥ തന്നെയാണ് എനിക്ക് എന്ന് അവളും പറഞ്ഞു. അതേക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ബില്ലിയെ കൂടെ വിളിക്കണം എന്നാണ് ജേസൺ പറയുന്നത്. ഇതേ സമയം തന്നെ ബില്ലി ആണെങ്കിൽ അവന്റെ ഫാൻസിന്റെ നടുവിലായിട്ടിരിക്കുകയാണ്. അതിനിടയിൽ കിംബർലി വന്നിട്ട് അവനെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോയി. കിംബർലി ഇപ്പോൾ വന്നിട്ട് അവനെ വിളിച്ചോണ്ട് പോയത് കാണുമ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും അത്ഭുതമായി. ഇവനിത് എങ്ങനെ സെറ്റാക്കി എന്നാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ജേസനും കിംബർലിയും ബില്ലിയും കൂടെ ഇപ്പോൾ ഒരു ചർച്ചയിലാണ്. ആ ഡിസ്കഷനിൽ അവർക്ക് 3 പേർക്കും ഒരേ കാര്യങ്ങളാണ് സംഭവിച്ചത് എന്നങ്ങനെ അവർക്ക് മനസ്സിലായി. മാത്രമല്ല അവർക്ക് 3 പേർക്കും സൂപ്പർ പവറും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവർ ആ 3 കോയിൻസ് അവിടുത്തെ ടേബിളിലേക്ക് നിരത്തി വെച്ചു. എന്നാൽ അടുത്ത സെക്കൻഡിൽ ആ കോയിനൊക്കെ ഇങ്ങനെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. മാത്രമല്ല അത് ഉയർന്നതിനെ തുടർന്ന് അവിടെ മെസ് ഹാളിൽ വെച്ചിരിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ മുഴുവൻ ക്യാനുകളും പൊട്ടിത്തെറിച്ചു. ഇതും കൂടെ കണ്ടപ്പം അപ്പൊ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം ജേസനും ടീമിന് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ ഈ കല്ലുകൾ കണ്ടെത്തിയ സ്ഥലത്തേക്ക് നമുക്ക് പോകണം എന്നാണ് ജേസൺ പറയുന്നത്. ഈ സമയം തന്നെ ജേസന്റെ അച്ഛൻ പറഞ്ഞതിനെ തുടർന്ന് ആ ബോഡി ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു പോലീസുകാരൻ ആ ഫിഷിംഗ് ബോട്ടിന്റെ അടുത്തേക്ക് വന്നു.
അങ്ങനെ അയാൾ മാത്രം ഇപ്പോൾ ആ ബോഡി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളിപ്പോൾ നോക്കുമ്പോൾ അതിനനക്കൊന്നുമില്ല. അതുകൊണ്ട് അയാൾ അയാളുടെ വയർലെസ്സിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻഫോർമേഷൻ കൊടുത്തു. എന്നാൽ പെട്ടെന്നാണ് റീത്ത് എഴുന്നേറ്റിട്ട് അയാൾ അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ജേസണും ടീമും ഇപ്പൊ ആ കോറിയുടെ മുകളിലേക്ക് എത്തി. ഇപ്പൊ അവർ നോക്കുമ്പോൾ അവർ ആ കല്ല് കണ്ടെടുത്ത സ്ഥലത്ത് ആ സാക്ക് നിൽക്കുന്നുണ്ട്. അവനിപ്പോഴും അവിടെ ഇങ്ങനെ കുത്തിപ്പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ 3 പേരും കൂടെ സാക്കിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് ആ പാറയുടെ മുകളിലേക്ക് ട്രിനി വരുന്നത്. എന്നാൽ ട്രിനി വരെ എല്ലാവരെയും കണ്ടതും അവൾ സൂപ്പർ സ്പീഡിൽ ആ മല കയറി മുകളിലേക്ക് പോകാൻ തുടങ്ങി. അത് കണ്ടതും സാക്ക് അവളുടെ പുറകെ പോയി. എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ കിംബർലി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓടിച്ചെന്നൊരൊറ്റ ചാട്ടം. അവൾ കറക്റ്റായിട്ട് ആ മലയുടെ താഴത്തേക്ക് എത്തി. എന്നിട്ട് അവളും സൂപ്പർ സ്പീഡിൽ ആ ട്രിനിയുടെ പുറകെ പോവാണ്. അങ്ങനെ ഒരു 3 പേരും ഇപ്പൊ മലയുടെ ടോപ്പിലേക്ക് എത്തി. അവിടെ ഒരു കിടങ്ങാണ്. അതുകൊണ്ട് ട്രിനി അവിടെ സ്റ്റോപ്പായി. ഈ സമയമാകുമ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് എത്തി. ഇപ്പൊ കിംബർലി അവളോട് ചോദിക്കുന്നത്, നീ എന്തിനാണ് ഓടുന്നത്, നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ചൂടെ എന്നാണ്. എന്നാൽ ട്രിനി അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ചാട്ടം. ആ ഒറ്റ ചാട്ടം കൊണ്ട് തന്നെ അവൾ ആ കിടങ്ങിന്റെ അപ്പുറത്തേക്ക് എത്തി. അത് കാണുമ്പോൾ ബാക്കിയുള്ളവരും അവിടെ വെറുതെ നിന്നില്ല. എല്ലാവർക്കും സൂപ്പർ പവർ ഉള്ളതുകൊണ്ട് എല്ലാവരും അപ്പുറത്തേക്ക് ചാടി. ബില്ലി ഒഴികെ ബാക്കി എല്ലാവരും കറക്റ്റായിട്ട് അപ്പുറത്തേക്ക് ലാൻഡ് ചെയ്തു. എന്നാൽ ബില്ലി ചാടി കഴിഞ്ഞപ്പം അവൻ അപ്പുറത്തേക്ക് എത്തിയില്ല. അവനിപ്പോ ആ കിടങ്ങിന്റെ അകത്തേക്ക് വീണുപോയി. പക്ഷെ അവർ നോക്കുമ്പോൾ അവന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അവൻ എല്ലാവരെയും താഴേക്ക് വിളിക്കുകയാണ്. അതിനെ തുറന്ന് ബാക്കിയുള്ളവരും ബില്ലി വീണ സ്ഥലത്തേക്ക് ചാടി. അവർ നോക്കുമ്പോൾ അവിടെ മൊത്തം വെള്ളമാണ്. അങ്ങനെ അവരെ വെള്ളത്തിൽ നിൽക്കുന്ന സമയത്താണ് താഴെ എന്തൊരു സാധനം ബില്ലി കാണുന്നത്. അതിനെ തുറന്ന് അവൻ എല്ലാവരെയും കൂട്ടി വെള്ളത്തിന്റെ അടിയിലേക്ക് ഊളിയിട്ട് പോയി. എന്നാൽ അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കാണുന്നത് വെള്ളത്തിന്റെ ഒരു മതിലാണ്. ബില്ലി ആദ്യം അതിന്റെ അപ്പുറത്തേക്ക് കൈയിട്ടു. അപ്പുറത്തേക്ക് പോകാൻ പറ്റും എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് എല്ലാവരും ഇപ്പം ആ മതിലിന്റെ അപ്പുറത്തേക്ക് പോയി. അങ്ങനെ അവർ എത്തിച്ചേരുന്നത് വെള്ളമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ്. മാത്രമല്ല അവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ വെള്ളം കാണുന്നുണ്ട്. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലമാണത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അവരിപ്പോൾ ആ സ്ഥലം മൊത്തം ചെക്ക് ചെയ്യാണ്. അങ്ങനെ അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാഴ്ച അവർ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അവിടെ ഒരു ഏലിയൻ സ്പേസ്ഷിപ്പ് കിടക്കുന്നുണ്ട്. അത് നോക്കിയതിൽ നിന്നും മില്യൺ വർഷങ്ങൾക്ക് മുമ്പേ അത് അവിടെ പെട്ടുപോയതാണ് എന്ന കാര്യം ബില്ലിക്ക് മനസ്സിലായി. പക്ഷെ അവർ നോക്കുമ്പോൾ ആ സ്പേസ്ഷിപ്പിന്റെ വാതിലടഞ്ഞു കിടക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെ അത് തുറക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജേസന്റെ കയ്യിൽ അവന്റെ കോയിൻ ഉണ്ടല്ലോ അത് പ്രകാശിക്കുന്നത്. അവൻ അത് വെളിയിലേക്ക് എടുത്തു. അങ്ങനെ അത് വെളിയിലേക്ക് എടുത്തു കഴിയുമ്പോൾ ആ സ്പേസ്ഷിപ്പിന്റെ ഡോറ് ഓട്ടോമാറ്റിക് ആയിട്ട് തുറന്നു. അതിൽ തുറന്ന് എല്ലാവരും സ്പേസ്ഷിപ്പിന്റെ അകത്തേക്ക് കയറി. നല്ല വലുപ്പമുള്ള ഒരു ഷിപ്പാണത്. അവരിപ്പം അവിടെ മൊത്തം സെർച്ച് ചെയ്യാണ്. എന്നാൽ അവിടെ എങ്ങും ആരെയും കാണുന്നില്ല. എന്നാൽ അതിനിടയിലാണ് ആ സ്പേസ്ഷിപ്പിന്റെ ഉള്ളിലെ ചില ഭാഗങ്ങളൊക്കെ മൂവ് ആവുന്നത്. അത് കണ്ട് പേടിച്ചവരെല്ലാവരും ഓരോ ഭാഗത്തേക്ക് പതുങ്ങിയിരുന്നു. എന്നാൽ പെട്ടെന്നാണ് റോബോട്ട് വന്നിട്ട് ട്രിനി അവിടുന്ന് പിടിച്ചോണ്ട് പോകുന്നത്. അത് കണ്ടതും അവളെ രക്ഷിക്കാൻ വേണ്ടി സാക്ക് അവളുടെ പുറകെ ഓടി. എന്നാൽ അടുത്ത സെക്കൻഡിൽ ആ റോബോട്ട് സാക്കിനെ എടുത്തിട്ട് അപ്പുറത്തേക്ക് ഒരു ഏറ് കൊടുത്തു. ഈ സമയമാകുമ്പോഴേക്കും ബാക്കി എല്ലാവരും ആ റോബോട്ടിന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ അവർ വിചാരിച്ച പോലെ ഇതൊരു ദുഷ്ടൻ റോബോട്ടല്ല. ഈ റോബോട്ടാണ് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ സോഡൻ ഉണ്ടല്ലോ അവന്റെ റോബോട്ട് ആൽഫ. ഇതിനെ വിളിക്കുന്നത് ആൽഫ 5 എന്നാണ്. അങ്ങനെ ആൽഫ ഉടനെ തന്നെ അപ്പുറത്തേക്ക് തെറിപ്പിച്ച് കളഞ്ഞ സാക്കിനെ കൂടെ ഇവരുടെ അടുത്തേക്ക് പിടിച്ചു വലിച്ചു. എന്റെ ആൽഫ ഇപ്പൊ പറയുന്നത്, അപ്പൊ നിങ്ങളെയാണല്ലേ ആ കോയിൻസ് സെലക്ട് ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്കറിയോ 65 മില്യൺ വർഷങ്ങളായിട്ട് ഞാൻ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവൻ അവരെയും കൂട്ടി ഒരു മഞ്ഞ കളർ പ്രകാശത്തിനടുത്തേക്ക് കൊണ്ടുപോയി. ഈ പ്രകാശത്തിന് മെട്രിക്സ് എന്നാണ് പറയുന്നത്. ആ മെട്രിക്സിന് ചുറ്റുമായിട്ട് ഇവർക്ക് 5 പേർക്ക് നിൽക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇപ്പൊ ആൽഫ അവരോട് പറയുന്നത് അതിലേക്ക് കയറിക്കാനാണ്. അങ്ങനെ ആൽഫ പറഞ്ഞതിൽ തുറന്ന് എല്ലാവരും ആ സ്ഥാനത്തേക്ക് കയറിയെന്നു. അങ്ങനെ 5 പേര് അവിടേക്ക് നിന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ആ സ്പേസ്ഷിപ്പിന്റെ ഒരു സ്ക്രീൻ ഓണായി. അതിനെ തുറന്ന് അവിടെ ഒരു മുഖം പ്രത്യക്ഷപ്പെട്ടു. അത് സോഡനാണ്. അതിപ്പോ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇത് യഥാർത്ഥ സോഡനല്ല, അവനിപ്പോ മരിച്ചുപോയി. ഇത് അവന്റെ എസൻസ് ആണ്. ഈ ആൽഫയാണ് അവിടുത്തെ ആ മെട്രിക്സുമായിട്ട് ഈ സോഡന്റെ എസൻസ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ സോഡൻ അവിടെ നിന്നിട്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റും. എന്നാൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചുകൊണ്ട് പിള്ളേർക്ക് എല്ലാവർക്കും പേടിയായി. അതുകൊണ്ട് അവരവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഓടാൻ തുടങ്ങാണ്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അവിടുത്തെ ഡോർ ക്ലോസ് ആയി. അതുകൊണ്ട് അവർക്ക് വെളിയിലേക്ക് കിടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നിവൃത്തിയില്ലാതെ അവർ തിരിച്ച് സോഡന്റെ അടുത്തേക്ക് തന്നെ നിന്നു. എന്നാൽ ഈ പിള്ളേരെ എല്ലാവരും കാണുമ്പോൾ സോഡന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. ഈ യൂണിവേഴ്സ് സംരക്ഷിക്കാൻ വേണ്ടി ഇവരെയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഇതെങ്ങനെ നടക്കും? ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് കാണിച്ചേ. സോഡൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവരും ആ കോയിൻസ് അയക്ക് കാണിച്ചു കൊടുത്തു. ഓ, അപ്പൊ കാര്യമായിട്ടാണല്ലേ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ അടുത്ത് ആ കോയിൻസ് ഉണ്ട്. അതിന്റെ അർത്ഥം കോയിൻസ് നിങ്ങളെ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ഇനി പവർ റേഞ്ചേഴ്സ്. സോഡൻ അത് പറഞ്ഞു കഴിയുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. എന്താണ് പവർ റേഞ്ചേഴ്സ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഈ സമയം സോഡൻ പവർ റേഞ്ചേഴ്സിന്റെ ഹിസ്റ്ററിയൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ യൂണിവേഴ്സിലെ ജീവൻ എന്ന് പറയുന്നത് ഒരു ബ്രൈറ്റ് ലൈറ്റ് ആണ്. സിയോ ക്രിസ്റ്റൽ എന്നാണ് അതിന് പറയുന്നത്. ജീവനുള്ള ഓരോ ഗ്രഹത്തിലും ആ ക്രിസ്റ്റലിന്റെ ഒരു ഭാഗം ഉണ്ടായിരിക്കും. അത് ആ ഗ്രഹത്തിന്റെ ഉള്ളിലായിട്ട് കുഴിച്ചിട്ടിരിക്കുകയാണ്. 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എന്റെ ടീമും ആ സിയോ ക്രിസ്റ്റൽ സംരക്ഷിക്കുന്നതിന്റെ ഇടയിൽ കൊല്ലപ്പെട്ടു. നിങ്ങളിപ്പോ താമസിക്കുന്ന ഈ സിറ്റി ഉണ്ടല്ലോ, ഏഞ്ചൽ ഗ്രോ, ഇവിടെ വെച്ചിട്ടാണ് അന്ന് ആ യുദ്ധം നടന്നത്. അങ്ങനെ ഞങ്ങളുടെ മരണത്തിന് ശേഷം ആ 5 കോയിൻസ് ഇപ്പൊ നിങ്ങളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ സിയോ ക്രിസ്റ്റൽ സംരക്ഷിക്കേണ്ടതും ഈ ഭൂമിയിലെ ജീവനുകൾ സംരക്ഷിക്കേണ്ടതും നിങ്ങളുടെ ചുമതലയാണ്. എന്നാൽ സോഡൻ അതെല്ലാം പറയുമ്പോൾ കിംബർലിക്ക് ചിരിയാണ് വരുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
പവർ റേഞ്ചേഴ്സോ? ഞങ്ങളാണ് ഈ യൂണിവേഴ്സിനെ സംരക്ഷിക്കേണ്ടതെന്നോ? ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് ഒരു മുഖം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഉള്ളതായിരിക്കുമോ എന്നൊക്കെയാണ് അവളിങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നത്. എന്നാൽ അത് കേട്ടതും സോഡന് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. അയാൾ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കി. അതിനെ തുടർന്ന് അവരെല്ലാവരോടും തെറിച്ചുപോയി. അങ്ങനെ അവർ തെറിച്ചുപോയി കഴിഞ്ഞപ്പം ഒരു വിഷനാണ് അവർ കാണുന്നത്. ആ വിഷനില് ജേസൺ ഇപ്പൊ സിറ്റിയിലെ നടു റോഡിൽ നിൽക്കുകയാണ്. അങ്ങ് ദൂരെയായിട്ട് അവനെ റീത്തയെ കാണാൻ പറ്റുന്നുണ്ട്. അവളിങ്ങനെ ഒരു വടിയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മാത്രമല്ല അവളുടെ പുറകിലായിട്ട് ഒരു ഭീകര ജീവിയുണ്ട്. ആ ജീവി ആ സിറ്റി മൊത്തം തകർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ജീവി അവിടെ അങ്ങനെ ഓരോന്ന് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒരു വലിയ പ്രകാശം ഉണ്ടായി. അതിൽപ്പെട്ട് ആ സിറ്റിയിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും പൊടിഞ്ഞുപോയി. മാത്രമല്ല എല്ലാവരും ഇപ്പൊ നോക്കുമ്പോൾ റീത്ത് അവരുടെ അടുത്തേക്ക് എത്തി. ഒരു വല്ലാത്ത രൂപമായിരുന്നു അവൾക്ക്. അത് കണ്ട് എല്ലാവരും ശരിക്കും പേടിച്ചു നിൽക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് അവരെ വിഷനിൽ കാണുന്നത്. അതിനെ തുടർന്ന് എല്ലാവരും ഇപ്പൊ ആ സ്പേസ്ഷിപ്പിലേക്ക് വീണു. അങ്ങനെ അവരവിടെ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ സോഡൻ ഇപ്പൊ ബാക്കി കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നിങ്ങളിപ്പോ കണ്ട ഈ വിഷൻ ഉണ്ടല്ലോ, അതൊരു സ്വപ്നമല്ല, ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ആ വിഷനിൽ കണ്ട ഒരു ലേഡി ഉണ്ടല്ലോ, അവളുടെ പേര് റീത്ത എന്നാണ്. റീത്ത റിപ്പൾസ. ഭാവിയിൽ അവള് ഒരു ഭീകര ജീവി ഉണ്ടാക്കും. അതിന്റെ പേര് ഗോൾഡാർ എന്നാണ്. ആ ഗോൾഡാർ ആണ് ഈ ഭൂമിക്ക് അടിയിലുള്ള ആ സിയോ ക്രിസ്റ്റൽ കണ്ടെടുക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവൾ ആ ഗോൾഡാറിനെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ അവൾ ആ ക്രിസ്റ്റൽ കണ്ടെടുക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള മുഴുവൻ ജീവനുകളും ഇല്ലാതാവും. മാത്രമല്ല ആ ക്രിസ്റ്റലിന്റെ പവർ ഉപയോഗിച്ചിട്ട് അവൾക്ക് ഈ യൂണിവേഴ്സിനെ തന്നെ വരുതിയിലാക്കാൻ പറ്റും. എല്ലാ ഗ്രഹങ്ങളും നശിപ്പിക്കാൻ അവളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് അവളെ തടഞ്ഞേ പറ്റൂ. അതാണ് നിങ്ങളുടെ ദൗത്യം. സോഡൻ അത് പറഞ്ഞു കഴിയുമ്പോൾ ട്രിനി ചോദിക്കുന്നത്, അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ആ റീത്തയെ കൊല്ലണം എന്നാണോ? അതിന് റീത്ത് ഇപ്പൊ എവിടെയാണുള്ളത്? അവളുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ അതിന് മറുപടി പറയുന്നത് ആൽഫയാണ്. റീത്ത ഈ ഭൂമിയിൽ തന്നെയുണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ 11 ദിവസമായിട്ട് അവൾ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. എന്നാൽ ആൽഫ ആ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ജേസനും ടീമിനും അതങ്ങോട്ട് സമ്മതിക്കാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് പേടിയാണ്. അതോട് ഞങ്ങളെ ഈ പരിപാടിക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോയിട്ട് ജേസൺ പോകാൻ തുടങ്ങുമ്പോൾ സോഡൻ ഇപ്പൊ ജേസനെ വിളിച്ചു. എന്നിട്ട് സോഡൻ പറയുന്നത്, നിക്ക് ജേസൺ, നിന്നോട് മാത്രം എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ റേഞ്ചർ ടീമിന്റെ ലീഡർ ഞാനായിരുന്നു. പക്ഷെ ആ ക്രിസ്റ്റൽ സംരക്ഷിക്കുന്നതിനിടയിൽ എനിക്ക് ആരുടെയും ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. ഞാനടക്കം മരിച്ചു. ഞാൻ ലീഡർ ആയതുകൊണ്ടാണ് ഞാനിപ്പോ ഈ സ്ക്രീനിൽ നിൽക്കുന്നത്. ഇനിയിപ്പോ നിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിന്റെ റേഞ്ചർ ടീമിന്റെ ലീഡർ നീയാണ്. കാരണം നീയാണ് റെഡ് റേഞ്ചർ. നിനക്ക് കിട്ടിയിരിക്കുന്നത് ആ ചുവന്ന കല്ലല്ലേ, അതുകൊണ്ടാണ് നീ റെഡ് റേഞ്ചർ ആയത്. സോഡൻ ആ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അവിടെയുള്ള മെട്രിക്സിൽ അവന് സോഡനെ കാണാൻ പറ്റുന്നുണ്ട് ആ റെഡ് റേഞ്ചർ ആയിട്ട്. സോഡൻ വന്നു കഴിഞ്ഞതിന് ശേഷം അടുത്തായിട്ട് വരുന്നത് റീത്തയാണ്. അവളൊരു ഗ്രീൻ റേഞ്ചറാണ്. ഇപ്പൊ സോഡൻ പറയുന്നത്, റീത്ത എന്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. പക്ഷെ അവള് ഞങ്ങളെ ചതിച്ചു. അവൾക്ക് ശക്തികൾ കൂടുതൽ വേണമായിരുന്നു. ഇപ്പൊ അവള് പൂർണ്ണമായിട്ടും ഒരു ഈവളായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ നിന്റെ ടീമിനെ തിരിച്ചു കൊണ്ടുവരണം. എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്നൊരു ട്രെയിൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റീത്തയെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ അവളെ തടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൾ ആ ഗോൾഡാറിനെ വെച്ചിട്ട് ആ ക്രിസ്റ്റൽ കണ്ടെത്തും. അങ്ങനെ ക്രിസ്റ്റൽ അവളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ ഭൂമി മൊത്തം അവൾ നശിപ്പിക്കും. ഭൂമി മാത്രമല്ല, ഈ പ്രപഞ്ചം മൊത്തം പിന്നെ അവളുടെ കയ്യിലായിരിക്കും. അതുകൊണ്ട് നീ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്ക്. നിന്റെ ഉള്ളിൽ നിന്ന് ആലോചിക്ക്. ഒരു കാര്യം മാത്രം നീ മനസ്സിലാക്കിയോ ജേസൺ, നീ ജനിച്ചത് തന്നെ റെഡ് റേഞ്ചർ ആവാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് സോഡൻ ഇപ്പോൾ അവൻ്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേട്ട് ജേസൺ ആണെങ്കിൽ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ സോഡനോട് സംസാരിച്ചതിന് ശേഷം ജേസൺ ഇപ്പോൾ ബാക്കിയുള്ളവരുടെ അടുത്തെത്തി. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ കൺവിൻസ് ചെയ്യാണ്. അങ്ങനെ സമയം രാത്രി. റീത്ത ഇപ്പം സിറ്റിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് അവളിപ്പോൾ കുറെ ആൾക്കാരെ കൊല്ലുകയും ചെയ്തു. ഇവള് കൊല്ലുന്ന ആൾക്കാരുടെയൊക്കെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ സ്വർണ്ണം ഉണ്ടാവും. സ്വർണ്ണ പല്ലുകള്, ആഭരണങ്ങള്, ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇവള് കൊല്ലുന്നത്. എന്നിട്ട് ആ സ്വർണ്ണമൊക്കെ എടുക്കുകയും ചെയ്യും. ഈ സ്വർണ്ണം അവൾ എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ സോഡൻ പറഞ്ഞല്ലോ അവള് ഗോൾഡാർ എന്ന് പറയുന്ന ഒരു മോൺസ്റ്ററിനെ ഉണ്ടാക്കുന്നുണ്ടെന്ന്. ഈ ഗോൾഡാറിനെ ഉണ്ടാക്കണമെങ്കിൽ സ്വർണ്ണമൊക്കെ ആവശ്യമാണ്. അങ്ങനെ ആ സ്വർണ്ണ പല്ലുകളും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തതിനു ശേഷം അവൾ അവിടെ നിന്ന് പച്ച മീൻ കഴിക്കുകയാണ്. അതിനിടയിലാണ് വേറൊരുത്തൻ അങ്ങോട്ട് വരുന്നത്. അവൾ നോക്കുമ്പോൾ അവന്റെ വായിലും സ്വർണ്ണപ്പല്ലുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റീത്ത അയാളെയും കൊന്നുകളയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ജേസനും ടീമും ഇപ്പൊ സോഡന്റെ അടുത്തേക്ക് എത്തി. ഇനിയിപ്പോ എന്താണ് അവർ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ സോഡൻ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതായത് റീത്തയുമായിട്ട് ഒരു ഫൈറ്റിന് ഇവർ പോകുന്നതിന് മുമ്പ് ഇവർ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യണം. എന്നാൽ പുറത്തു പോയിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ട്രെയിനിങ് ഒക്കെ ഈ ആൽഫയുടെ മേൽനോട്ടത്തിൽ ഈ സ്പേസ്ഷിപ്പിന്റെ അകത്താണ് നടക്കേണ്ടത്. ആ കോയിൻസ് ഒക്കെ ഇവർ സെലക്ട് ചെയ്തുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും ആർമേഴ്സ് ഉണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള സ്യൂട്ടുകൾ. അത് ഇവരുടെ ശരീരത്തിനകത്താണുള്ളത്. അത് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർ നേരത്തെ കയറി നിന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെ മോർഫിംഗ് ഗ്രിഡ് എന്നാണ് പറയുന്നത്. അതിലേക്ക് കയറി നിന്നിട്ട് ഇവരുടെ എല്ലാവരുടെയും മനസ്സ് പരസ്പരം കണക്ട് ആയി കഴിഞ്ഞാൽ ആ ആർമേഴ്സ് ഒക്കെ പുറത്തേക്ക് വരും. ഇതിനെ മോർഫ് ചെയ്യാന്നാണ് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ സോഡൻ പറഞ്ഞതിന് ശേഷം അവരെല്ലാവരും ആ മോർഫിംഗ് ഗ്രിഡിലേക്ക് കയറിയുന്നു. എന്നാൽ അവരെത്ര ഫോക്കസ് ചെയ്തിട്ടും അവരാരും തന്നെ മോർഫ് ആവുന്നില്ല. അതായത് ആർമർ പുറത്തേക്ക് വരുന്നില്ല. അതിലെന്തോ ഒരു ഡിസ്റ്റർബൻസ് ആണ് കാണിക്കുന്നത്. അത് കാണുന്ന സോഡൻ പറയുന്നത്, ഇപ്പൊ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ മോർഫ് ആവുന്നില്ല. ചിലപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുമായിരിക്കും. പക്ഷെ നമുക്ക് ട്രെയിനിങ് ഉടനെ തന്നെ തുടങ്ങിയേ പറ്റൂ. അതുകൊണ്ട് ആർമർ ഒന്നും ഇല്ലാതെ നിങ്ങൾ ട്രെയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് സോഡൻ അവരുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആൽഫയെ ഏൽപ്പിക്കുകയാണ്. അതിനെ തുടർന്ന് ആൽഫ വേഗം തന്നെ അവരെ വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവരെ ട്രെയിൻ ചെയ്യിക്കാൻ തുടങ്ങി. ഇനി ഈ ട്രെയിനിങ് എങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽഫ അവിടെ ചില ജീവികളെ ക്രിയേറ്റ് ചെയ്തു.
അതായത് ഇവർ റീത്തയുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ ഇവർ നേരിടേണ്ടത് അതുപോലത്തെ സാധനങ്ങളെയാണ് ആൽഫ ക്രിയേറ്റ് ചെയ്യുന്നത്. അതെല്ലാം ഹോളോഗ്രാം ആണ്. എന്നാൽ ഇവരതുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഹോളോഗ്രാം ആണെങ്കിൽ പോലും ശരിക്കുള്ള ഇടിയാണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് അവർ ആ ട്രെയിനിങ് സെക്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ ഈ ട്രെയിനിങ്ങിൽ തന്നെയാണ്. അതിനിടയിൽ അവർ ആ മോർഫിങ്ങിന് ഒന്നുകൂടെ ട്രൈ ചെയ്യുന്നുണ്ട്. അതായത് സോഡന്റെ അടുത്തേക്ക് എന്നിട്ട് അവരെല്ലാവരും വീണ്ടും ആ മോർഫിംഗ് ഗ്രിഡിലേക്ക് കയറിയുന്നു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് മോർഫ് ആവാൻ മാത്രം സാധിക്കുന്നില്ല. എങ്കിലും എല്ലാ ദിവസവും അവരുടെ ട്രെയിനിങ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ ഇരിക്കുമ്പോൾ ആൽഫ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബില്ലിയും കൂട്ടി നേരെ മെട്രിക്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്റെ ആൽഫ ഇപ്പൊ ബില്ലിയുടെ അടുത്ത് പറയുന്നത് 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു യുദ്ധം നടന്നല്ലോ, ആ സമയത്ത് ആ സിയോ ക്രിസ്റ്റലിന്റെ ഭൂമിയിലെ ലൊക്കേഷൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അത് നീ കണ്ടുപിടിക്കണം എന്നാണ്. അതിനെ തുടർന്ന് ബില്ലി ഇപ്പം അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. കുറെ ദിവസമായിട്ട് അവൻ അത് തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം അവനൊരു മാപ്പ് ഉണ്ടാക്കി സിറ്റിയിൽ ഒരു സ്ഥലത്തേക്ക് ചെന്നു. ഇപ്പൊ എവിടെയാണ് ആ ക്രിസ്റ്റൽ ഇരിക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. ആ ലൊക്കേഷനിലേക്ക് അവൻ ചെന്ന് നോക്കുമ്പോൾ അത് ക്രിസ്പി ക്രീം എന്ന പേരുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. അത് കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിറ്റേ ദിവസമായി എല്ലാവരുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ആൽഫ ഇപ്പം അവർക്ക് മറ്റ് ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അത് ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ചില വെഹിക്കിൾസ് ആണ്. മോൺസ്റ്റേഴ്സിനെ പോലെയാണ് ആ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇതിനെ പറയുന്നത് സോഡ്സ് എന്നാണ്. അതെല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷം ആൽഫ ഇപ്പൊ അവരോട് പറയുന്നത്, ഇനിയിപ്പോൾ റീത്തയുമായിട്ട് നിങ്ങളൊരു ബാറ്റിലിന് പോകുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ സോഡ്സ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളുടെ കണ്ടീഷനിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോർഫ് ആവണം. ഇത്രയും കാര്യങ്ങളാണ് ആൽഫ പറയുന്നത്. അതിനുശേഷം അവരവിടുന്ന് പിരിഞ്ഞു. എന്നാൽ എല്ലാവരും ഇവിടുന്ന് പോയെങ്കിലും സാക്ക് പോകുന്നില്ല. അവൻ ആ സോഡ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അതുകൊണ്ട് അവൻ അവന്റെ സോഡിലേക്ക് കയറി. എന്നാൽ അവൻ ആ സോഡിലേക്ക് കയറി അത് ഓണാക്കിയതും ആ സോഡ് ഇപ്പം ആ മലയൊക്കെ പൊളിച്ചിട്ട് വേഗം വെളിയിലേക്ക് വന്നു. എന്നിട്ട് അതിങ്ങനെ വളരെ വേഗത്തിൽ എങ്ങോട്ടൊന്നും ഇല്ലാതെ അങ്ങനെ പോവാണ്. എത്ര ശ്രമിച്ചിട്ടും സാക്കിന് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ കറങ്ങി തിരിഞ്ഞതിന് ശേഷം അവസാനം ആ മലയൊക്കെ ഇടിച്ചു പൊളിച്ചിട്ട് അത് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് തന്നെ എത്തി. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടാണ് അവൻ അതിനെ സ്റ്റോപ്പ് ചെയ്തത്. എന്നിട്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ ഇത് കാണുമ്പോൾ ജെയ്സന് ശരിക്കും ദേഷ്യം വന്നു. നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നീ ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ വന്നാണോ എന്നും പറഞ്ഞിട്ട് അവൻ സാക്കിന്റെ മൂന്നക്കിട്ട് ഒരു ഇടി കൊടുത്തു. എന്നാൽ സാക്കും വിട്ടുകൊടുക്കുന്നില്ല. അവനും തിരിച്ചടിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ്. ആരെന്തു പറഞ്ഞിട്ടും അവരത് നിർത്തുന്നില്ല. എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ ബില്ലി അവർക്കിടയിൽ കയറി ഇടപെട്ടു. അവൻ അവരെ പിടിച്ച് മാറ്റി. എന്നാൽ അവൻ അവരെ പിടിച്ച് മാറ്റി കഴിഞ്ഞതും ബില്ലി ഇപ്പൊ മോർഫായി. അവന്റെ ആ സ്യൂട്ട് ഇപ്പൊ പുറത്തേക്ക് വന്നു. അവന്റെ ഒരു നീല സ്യൂട്ടാണ്. അത് കാണുമ്പോൾ എല്ലാവർക്കും അത്ഭുതമായി. എന്നാൽ അടുത്ത സെക്കൻഡിൽ ആ ആർമർ അപ്രത്യക്ഷമാവുകയും ചെയ്തു. പിന്നീട് എത്ര ശ്രമിച്ചിട്ടും ബില്ലിക്ക് മോർഫ് ആവാൻ പറ്റുന്നില്ല. അത് അവന്റെ കൺട്രോളിലല്ല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശരിക്കും നിരാശയിൽ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം തന്നെ ഇതെല്ലാം സോഡനും ശ്രദ്ധിക്കുന്നുണ്ട്. സോഡൻ ഇപ്പൊ അവരോട് പറയുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മോർഫ് ആവാൻ പറ്റാത്തത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇതിപ്പോ കുറെ ദിവസമായല്ലോ. നിങ്ങൾക്കിപ്പോ മോർഫ് ആവാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ റേഞ്ചേഴ്സ് അല്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകാൻ നോക്ക് എന്നാണ് സോഡൻ പറയുന്നത്. അതേ നിൽക്കുന്ന അവരാണെങ്കിൽ വളരെ നിരാശയോടെയാണ് അവിടുന്ന് ഇറങ്ങുന്നത്. എന്നാൽ അവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവർ വീട്ടിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണ് മോർഫ് ആവാൻ പറ്റാത്തത് എന്നവർക്ക് കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ മലയുടെ മുകളിൽ തന്നെ തങ്ങാം എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതേസമയം തന്നെ സോഡനും ആൽഫയും തമ്മിൽ ഒരു ചർച്ചയിലാണ്. സോഡൻ പറയുന്നത്, അവർക്ക് എന്തായാലും മോർഫ് ആവാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നീ വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ ഈ സ്ക്രീനിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലേ? സോഡൻ ആ ചോദ്യം കേൾക്കുമ്പോൾ, നിങ്ങളെ കൊണ്ടുവരാൻ പറ്റും, പക്ഷെ അതിനും റേഞ്ചേഴ്സ് എല്ലാവരും മോർഫ് ആവണം. അവർ മോർഫ് ആവുമ്പോൾ ഉണ്ടാവുന്ന ആ എനർജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ രൂപത്തിലേക്ക് വരാൻ പറ്റും എന്നാണ് ആൽഫ പറയുന്നത്. അതേക്കുമ്പോൾ പക്ഷെ അത് നടക്കത്തില്ലല്ലോ, അതിന് വേറെന്തെങ്കിലും വഴി നീ കണ്ടുപിടിക്കേ. സോഡൻ അതും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ജേസൺ അങ്ങോട്ട് വന്നു. ജേസന് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നിട്ടുണ്ട്. അപ്പൊ നിനക്ക് വെളിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണല്ലേ ഞങ്ങളെ നീ മോർഫാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് അവന്റെ ചോദ്യം. അതേക്കുമ്പോൾ, നോക്ക് ജേസൺ, നീ കാര്യം അറിയാതെ സംസാരിക്കരുത്. ഞാൻ ഇവിടുന്ന് പുറത്തു വരുന്നതോ വരാതിരിക്കുന്നോ ഒന്നും അല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം ആ സിയോ ക്രിസ്റ്റൽ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ പോക്കാണ് നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും റീത്തയെ തടയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്നെ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ നീ സഹായിക്കേ. ഞാൻ വെളിയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടീമിനെ എനിക്ക് ലീഡ് ചെയ്യാൻ പറ്റും. സോഡൻ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവന്റെ ദേഷ്യം കൂടി. നമ്മുടെ ടീമോ? നിങ്ങളുടെ ടീമൊക്കെ എപ്പോഴേ മരിച്ചുപോയി, ഇതെന്റെ ടീമാണ് എന്ന് പറഞ്ഞിട്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ഇതേസമയം തന്നെ ആ റീത്ത നേരെ പോയിരിക്കുന്നത് ഒരു ജ്വല്ലറിയിലേക്കാണ്. അവൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ മാലയൊക്കെ കാണിക്കാൻ പറഞ്ഞു. അവിടുത്തെ ഒരു ജോലിക്കാരി അവൾക്കൊരു മാല എടുത്തു കൊടുക്കുകയും ചെയ്തു. ഈ സമയം റീത്തയാണെങ്കിൽ ആ മാല എടുത്തിട്ട് വിഴുങ്ങി. അതോടുകൂടെ അവളുടെ മുഖമൊക്കെ സ്വർണ്ണ കളറിൽ ഗ്ലോ ആവാൻ തുടങ്ങി. മാത്രമല്ല ബാക്കി സ്വർണം വെച്ച് അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന വടിയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ആ വടിയുമായി അവളുടെ കയ്യിലുള്ള കോയിനുമായി. ഈ സമയത്താണ് ഒരു പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ അവളിങ്ങനെ ഉറക്കെ ചിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും പോലീസുകാരൻ ഷൂട്ട് ചെയ്തു. അതിൽപ്പെട്ട് റീത്ത പുറകിലേക്ക് തെറിച്ചുപോയി. എന്നാൽ അവൾക്ക് ഒന്നും പറ്റിയില്ല. അവൾ പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ആ കോയിൻ എടുത്തിട്ട് അവൾ ആ വടിയിൽ ഫിറ്റ് ചെയ്യാണ്. അതോടുകൂടെ അവൾ കൂടുതൽ പവർഫുള്ളായി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ അവളുടെ പുറകിലായിട്ട് ആ മോൺസ്റ്ററിനെ ക്രിയേറ്റ് ചെയ്തു. ഇതൊക്കെ കണ്ട് ആ പോലീസുകാരനാണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ ആ പോലീസുകാരനെയും കൊന്ന് ആ സ്വർണ്ണക്കട മൊത്തം തീയിട്ടിട്ടാണ് റീത്ത വെളിയിലേക്ക് ഇറങ്ങുന്നത്.
ഇതേസമയം തന്നെ ജേസനും ടീമും ആ മലയുടെ മുകളിൽ തന്നെ ഇരിക്കുകയാണ്. അവർ തമ്മിൽ ഇതുവരെയായിട്ട് ശരിക്കൊന്നും പരിചയപ്പെട്ടിട്ടില്ല. ജസ്റ്റ് അവർക്ക് അവരുടെ പേരുകൾ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. ആരൊക്കെയാണ് ഇവര് എന്ന കാര്യം ഇവർക്ക് അറിയത്തില്ല. അതുകൊണ്ടായിരിക്കും ഇവരുടെ മനസ്സിന് പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റാത്തതും അവർക്ക് മോർഫ് ആവാൻ പറ്റാതിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ അവർക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് അവരെല്ലാവരും ആരൊക്കെയാണ്, അവരുടെ മനസ്സിൽ എന്തൊക്കെ സീക്രട്ടുകളുണ്ട് എന്നൊക്കെ എല്ലാവരും പരസ്പരം ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസമായി ട്രിനി ഇപ്പം അവളുടെ വീട്ടിൽ കിടന്ന് നല്ല ഉറക്കമാണ്. പെട്ടെന്നാണ് ആ റീത്ത അങ്ങോട്ട് വരുന്നത്. റീത്ത വന്ന ഉടനെ തന്നെ ട്രിനിയെ പിടിച്ചു. ട്രിനി ആണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോയി. ഈ സമയം റീത്ത പറയുന്നത്, അപ്പൊ സോഡന്റെ ടീമില് പുതിയ റേഞ്ചേഴ്സ് ആയല്ലേ, നിന്നെ പോലെ യങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, പക്ഷെ നിങ്ങൾക്ക് മോർഫ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലേ? അതെനിക്ക് മനസ്സിലായി. അങ്ങനെ മോർഫ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ നിന്നോട് സംസാരിക്കുക ഇതുപോലെ ആയിരിക്കത്തില്ല. പിന്നെ നീ ഒരു യെല്ലോ റേഞ്ചർ ആണല്ലേ, അതും എനിക്ക് മനസ്സിലായി. സോഡോന്റെ ടീമിലും ഒരു യെല്ലോ റേഞ്ചർ ഉണ്ടായിരുന്നു, അവളെ കൊന്നത് ഞാനാണ്, അതുപോലെ ഞാൻ നിന്നെയും കൊല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് റീത്ത അവളുടെ ആർമർ പുറത്തേക്ക് എടുത്തു. അത് കാണുന്ന ട്രിനി ആണെങ്കിൽ റീത്തയെ പിടിച്ചൊരു തള്ളു വെച്ചു കൊടുത്തു. എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അടുത്ത സെക്കൻഡില് റീത്ത അവളെ എടുത്തിട്ട് അപ്പുറത്തേക്ക് ഒരു ഒറ്റ ഏറ്. എന്നിട്ട് അവള് പറയുന്നത്, നിന്നിൽ ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത് ട്രിനി, കാരണം നിന്റെ ടീമിൽ നീ ഒരു ഔട്ട്സൈഡറാണ്. സോഡന്റെ ടീമില് ഞാനും അങ്ങനെയായിരുന്നു. പിന്നെ എന്തായാലും ഇപ്പൊ നിന്നെ ഞാൻ കൊല്ലുന്നില്ല. എനിക്കറിയേണ്ടത് ആ സിയോ ക്രിസ്റ്റൽ എവിടെയാണെന്നാണ്. അത് നിനക്കറിയത്തില്ല എന്നെനിക്കറിയാം, പക്ഷെ നിനക്കത് കണ്ടുപിടിക്കാൻ പറ്റും. നാളെ വരെ നിനക്ക് സമയമുണ്ട്. അതിനുള്ളിൽ ആ സിയോ ക്രിസ്റ്റൽ എവിടെയാണുള്ളത് എന്ന് കണ്ടുപിടിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് റീത്ത അവളെ താഴേക്കിട്ടു. അങ്ങനെ റീത്ത അവിടെ നിന്ന് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ട്രിനി അവളുടെ ഫ്രണ്ട്സിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് റീത്ത അവളുടെ അടുത്ത് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അവളിപ്പം അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു. അതെല്ലാം കേൾക്കുമ്പോൾ ജേസൺ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ആ റീത്തയെ കണ്ടെത്തണം. എന്നാൽ അത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർ അതിന് സമ്മതിക്കുന്നില്ല. ഇപ്പൊ ട്രിനി പറയുന്നത്, അതിന് നമ്മൾ പവർ റേഞ്ചേഴ്സ് ആയിട്ടില്ലല്ലോ, പിന്നെ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ റീത്തയുടെ അടുത്തേക്ക് പോകുന്നത്? അവൾ അത് പറഞ്ഞു കഴിയുമ്പോൾ ബില്ലി പറയുന്നത്, ട്രിനി പറഞ്ഞത് ശരിയാണ്, നമ്മളിപ്പോൾ റീത്തയുടെ അടുത്തേക്ക് പോയാൽ ശരിയാവത്തില്ല, നമുക്ക് ആദ്യം സോഡന്റെ അടുത്തേക്ക് പോവാം. എന്നാൽ അത് കേൾക്കുമ്പോൾ, അല്ല നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? ഈ സോഡന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? നമ്മളെല്ലാവരും പവർ റേഞ്ചേഴ്സ് ആയി കഴിഞ്ഞാൽ സോഡന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അവൻ എങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ സോഡന്റെ അടുത്തേക്ക് പോയിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ഉടനെ തന്നെ റീത്തയുടെ അടുത്തേക്ക് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ അവൾ ഈ സിറ്റി മൊത്തം നശിപ്പിക്കും. അവൻ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവരതിന് സമ്മതിക്കുകയും ചെയ്യും. അതിനെ തുറന്ന് അവരിപ്പോൾ റീത്തയെ അന്വേഷിച്ചെത്തി. ഒരു തകർന്നു നടക്കുന്ന ഷിപ്പിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാം എന്നാണ് റീത്ത നേരത്തെ ട്രിനിയുടെ അടുത്ത് പറഞ്ഞത്. അങ്ങോട്ടാണ് അവർ പോകുന്നത്. ഇപ്പൊ അവരങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അത് റീത്തയാണെന്ന് വിചാരിച്ച് അവരിപ്പോൾ അയാളുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ റീത്ത ആയിരുന്നില്ല, അത് വേറെ ഏതൊരാളാണ്. അങ്ങനെ അവരിപ്പം അയാളുടെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് റീത്ത അങ്ങോട്ട് ചാടി വീഴുന്നത്. അതിനുശേഷം അവരെല്ലാവരെയും പിടിച്ചിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ അവളെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ എല്ലാത്തിനും ഇടിച്ചൊരു പരുവാക്കിയതിനു ശേഷം അവൾ അവരെല്ലാവരെയും ഒരു ബോട്ടിൽ കെട്ടിയിട്ടു. എന്നിട്ട് അവൾ അവരോട് ചോദിക്കുന്നത് സിയോ ക്രിസ്റ്റൽ എവിടെയാണെന്നാണ്. എന്നാൽ ആർക്കും അത് അറിയത്തില്ല എന്നാണ് അവർ പറയുന്നത്. അതേക്കുമ്പോൾ, നിങ്ങളിൽ 4 പേർക്ക് അത് അറിയത്തില്ല എന്നെനിക്കറിയാം, പക്ഷെ അത് അറിയുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ ബില്ലിയെ പിടിച്ചു. അവൾ ആ കാര്യം പറയുമ്പോഴാണ് ആ സിയോ ക്രിസ്റ്റൽ എവിടെയാണെന്ന് ബില്ലിക്ക് അറിയാം എന്ന കാര്യം ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ റീത്ത ബില്ലിയോട് പറയുന്നത്, ആ സിയോ ക്രിസ്റ്റൽ എവിടെയാണെന്ന് നീ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഈ സാക്കിനെ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ ആ വടി സാക്കിന്റെ കഴുത്തിലേക്ക് വെച്ചു. അവൾ അവനെ കൊല്ലുന്നാവുമ്പം ബില്ലി ആ റെസ്റ്റോറന്റിന്റെ പേര് അവൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ സിയോ ക്രിസ്റ്റൽ എവിടെയാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ റീത്ത പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും നിങ്ങൾ എല്ലാവരും ഞാൻ കൊല്ലുന്നില്ല, പക്ഷെ ഒരാളെങ്കിലും ഞാൻ കൊല്ലാതെ പോയി കഴിഞ്ഞാൽ സോഡൻ എന്ന് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് അവളിപ്പോൾ ആ ബില്ലിക്ക് നേരെ ഫയർ ചെയ്യാണ്. അതിനെ തുറന്ന് അവൻ അവിടെ വെള്ളത്തിലേക്ക് വീണു. അങ്ങനെ റീത്ത അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ എല്ലാവരും ചേർന്ന് ബില്ലിയെ കരയിലേക്ക് വലിച്ചു കയറ്റി. എന്നാൽ അപ്പോഴേക്കും ബില്ലി മരിച്ചു കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അവർക്കൊന്നും ചെയ്യാനില്ല. ആകെ ചെയ്യാനുള്ളത് അവനെയും കൊണ്ട് സോഡന്റെ അടുത്തേക്ക് പോകാന്നുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ അവനെയും കൊണ്ട് സോഡന്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ സോഡന്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം അവർ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബില്ലിയുടെ കാര്യത്തിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് സോഡൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും നിരാശയായി. ഈ സമയം ജേസൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബില്ലി ഇപ്പം മരിക്കാനുള്ള കാരണം നമ്മൾ തന്നെയാണ്. അവൻ അവന്റെ ജീവിതം നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു. അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനും ഇത് തന്നെയായിരുന്നു ചെയ്യുക. ജേസൺ അത് പറയുമ്പോൾ ബാക്കിയുള്ളവരും അത് ശരിവെച്ചു. അങ്ങനെ എല്ലാവരും ഒരേ സ്വരത്തിൽ ആ കാര്യം പറയുമ്പോൾ അവിടെയുള്ള ആ മെട്രിക്സിൽ നിന്നും ഒരു എനർജി വരാൻ തുടങ്ങി. ആ എനർജി കാണുമ്പോൾ ആൽഫ് ഇപ്പൊ സോഡനെ വിളിക്കുകയാണ്. സോഡൻ, നിങ്ങൾ കണ്ടില്ലേ, ആ എനർജി വന്നു, അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ സ്ക്രീനിൽ നിന്ന് വെളിയിലേക്ക് വരാൻ പറ്റും എന്നാണ് ആൽഫ് വിളിച്ചു പറയുന്നത്. അത് കേട്ടതും സോഡന്റെ ഭാഗത്തു നിന്നും എന്തൊക്കെ അനക്കം ഉണ്ടാവാൻ തുടങ്ങി. മാത്രമല്ല അവിടെ ഒരു പ്രകാശം വരുന്നുണ്ട്. ജേസനും ടീമും ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാതെ സോഡനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഒരു സെക്കൻഡ് നേരത്തേക്ക് സോഡൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. എന്നാൽ അടുത്ത സെക്കൻഡിൽ സോഡൻ ആ സ്ക്രീനിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടു. സോഡന് വേണമെങ്കിൽ ആ എനർജി ഉപയോഗിച്ചിട്ട് ജീവിതത്തിലേക്ക് വരായിരുന്നു, പക്ഷെ സോഡൻ അത് ചെയ്തില്ല. അയാൾ ഇവിടെ വീണ്ടും സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. അതായത് ആ ഒരു എനർജി വെച്ചിട്ട് സോഡൻ ഇപ്പൊ ബില്ലിക്ക് ജീവൻ കൊടുത്തു. ബില്ലി ഇപ്പൊ ജീവനോട് അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഈ സമയം സോഡൻ ജേസന്റെ അടുത്ത് പറയുന്നത്, ഇവിടെ ഒരൊറ്റ റെഡ് റേഞ്ചറെ ഉണ്ടാവും, ഈ ഒരു ടീമിനെ സംബന്ധിച്ച് ഇവരുടെ റെഡ് റേഞ്ചർ നീയാണെന്നാണ്. അങ്ങനെ ഇപ്പൊ ബില്ലിയും കൂടെ തിരിച്ചു വന്നു കഴിയുമ്പോൾ എല്ലാവരും കൂടെ മോർഫിംഗ് ഗ്രിഡിലേക്ക് കയറിയിരുന്നു. എന്നാൽ ഇത്തവണ കയറി നിന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാവരുടെയും മനസ്സ് കണക്റ്റഡായി. മാത്രമല്ല അവർ മോർഫാവുകയും ചെയ്തു. അങ്ങനെ ആ സ്യൂട്ടും ആർമറൊക്കെ അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നു കഴിയുമ്പോൾ എല്ലാവരും വേഗം തന്നെ ആ റീത്തയെ അന്വേഷിച്ച് പുറപ്പെടുകയാണ്. ഇതേസമയം തന്നെ റീത്തയാണെങ്കിൽ ആ മൈൻഡ് അടുത്തേക്ക് എത്തി. അവിടെ വന്ന ഉടനെ തന്നെ അവൾ അവളുടെ വാട്ടി വെച്ച് നിലത്തൊരൊറ്റ കുത്തു കൊടുക്കുകയാണ്.
അതിനെ തുടർന്ന് ഭൂമിക്കടിയിൽ നിന്നും സ്വർണ്ണം ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ സ്വർണ്ണം എല്ലാം കൂടിച്ചേർന്ന് അതിപ്പോ ആ ഗോൾഡാറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ റീത്ത ഉണ്ടാക്കിയ വേറെ ചില മോൺസ്റ്റേഴ്സ് ഉണ്ട്. അവറ്റകളെല്ലാവരും ഇപ്പൊ ആ പവർ റേഞ്ചേഴ്സിനെ അന്വേഷിച്ച് അവിടുത്തെ വെള്ളത്തിലേക്ക് ചാടി. എന്നാൽ ഈ സമയം പവർ റേഞ്ചേഴ്സ് ആണെങ്കിൽ ആ വെള്ളത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അവർ ആ വെള്ളത്തിൽ വെച്ച് ആ മോൺസ്റ്റേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. കുറച്ച് സമയത്തെ ഫൈറ്റിനുള്ളിൽ തന്നെ പവർ റേഞ്ചേഴ്സ് എല്ലാ മോൺസ്റ്റേഴ്സിനും കീഴ്പ്പെടുത്തി. എന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ചാടി. എന്നാൽ ഈ സമയം പുറത്താണെങ്കിൽ വേറെയും കുറെ മോൺസ്റ്റേഴ്സ് നിൽക്കുന്നുണ്ട്. അവറ്റകളെ കണ്ടതും പവർ റേഞ്ചേഴ്സ് ഓടിച്ചെന്നിട്ട് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ ഗോൾഡാർ ആണെങ്കിൽ അതിന്റെ ആ പൂർണ്ണമായിട്ടുള്ള രൂപത്തിലേക്ക് എത്തി. അതിന് 2 ചിറകുകളൊക്കെ ഉണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ പവർ റേഞ്ചേഴ്സ് ആ മോൺസ്റ്റേഴ്സിന്റെ എല്ലാത്തിനെയും പണി തീർത്തു. എന്നാൽ അതിനുശേഷം അവർ നോക്കുമ്പോൾ ആ കാഴ്ച അവർ ഞെട്ടിച്ചു കളഞ്ഞു. റീത്ത് ഇപ്പൊ ആ ഗോൾഡാറിനെയും കൊണ്ട് സിറ്റിയിലേക്ക് പോവാണ്. അതിൽ നിന്നും അവർ ആ സിയോ ക്രിസ്റ്റൽ എടുക്കാൻ പോവാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഉടനെ തന്നെ അവർ തടഞ്ഞേ പറ്റൂ. അതിനുവേണ്ടി അവർ വേഗം തന്നെ അവരുടെ ആ സോഡ്സ് എടുക്കുകയാണ്. എല്ലാവരും അതിന്റെ അകത്തേക്ക് കയറി അവർ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇതിൽ പറക്കുന്ന സോഡ് കണ്ടില്ലേ, അത് കിംബർലിയുടേതാണ്. അങ്ങനെ റീത്തയും ഗോൾഡാറും കൂടെ ഇപ്പൊ സിറ്റിയിലേക്ക് എത്തി. ഗോൾഡാർ ഇപ്പം അവിടെ മൊത്തം തകർത്തിട്ട് ആ റെസ്റ്റോറന്റിന്റെ അടുത്തേക്ക് പോവാണ്. ഈ സമയം ആൾക്കാരാണെങ്കിൽ അവിടെ നിന്ന് പേടിച്ച് നിലവിളിച്ച് ഓടുന്നുണ്ട്. അതിനിടയിലാണ് പവർ റേഞ്ചേഴ്സ് അങ്ങോട്ട് വരുന്നത്. അപ്പൊ അവര് മോർഫായി എന്ന് മനസ്സിലാവുമ്പോൾ റീത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഭൂമിക്കടിയിൽ നിന്നും ആ മോൺസ്റ്റേഴ്സിനെ വിളിച്ചു. എന്നിട്ട് അവരെ എല്ലാവരെയും പവർ റേഞ്ചേഴ്സിന്റെ പുറകെ വിടുകയാണ്. പിന്നീട് കുറെ നേരത്തേക്ക് അങ്ങോട്ട് ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് കാണിക്കുന്നത്. അങ്ങനെ ആ ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ റീത്ത വേഗം ആ റെസ്റ്റോറന്റ് അകത്തേക്ക് ചെന്നു. എന്നിട്ട് അവൾ അവിടെ നിന്നിട്ട് ഡോനറ്റ് കഴിക്കുകയാണ്. അതിനിടയിൽ ഗോൾഡാർ വന്ന് ആ റെസ്റ്റോറന്റ് ഒക്കെ തള്ളി പൊളിക്കാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ പവർ റേഞ്ചേഴ്സ് വേഗം ആ ഗോൾഡാറിന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. പക്ഷെ അത്ര പെട്ടെന്ന് അതിനെ കീഴ്പ്പെടുത്താൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ആ ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ തീരെ പ്രതീക്ഷിക്കാതെ മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അത് ജെയ്സന്റെ അച്ഛനായിരുന്നു. അയാളിപ്പോൾ അയാളുടെ വണ്ടിയിൽ അങ്ങോട്ട് വന്നു. എന്നാൽ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ അയാളുടെ വണ്ടി വിട്ടുപോയി. അതിനെ തുടർന്ന് അയാളുടെ വണ്ടി മറഞ്ഞു. അയാൾക്കാണെങ്കിൽ അതിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇതെല്ലാം ജെയ്സനും കാണുന്നുണ്ട്. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ അവന്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. പക്ഷെ അത് ജെയ്സനാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായിട്ടില്ല. മാത്രമല്ല അവനെ കാണുമ്പോൾ അയാളൊന്ന് ശരിക്കും പേടിച്ചു. എന്നാൽ നിങ്ങൾ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ജെയ്സൺ അയാളെ കൺവിൻസ് ചെയ്തു. എന്നിട്ട് വേഗം തന്നെ അയാൾ ആ വണ്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഇതേസമയം തന്നെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ ബില്ലിയുടെ സോഡ അവിടെ വീണു. അവനിപ്പോൾ അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അതിൽ ഇത് കാണുന്ന കിംബർലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ താഴത്തേക്ക് പറന്നു വന്നിട്ട് ബില്ലിയുടെ സോഡ് എടുത്തിട്ട് അവിടെ നിന്ന് പറക്കുകയാണ്. എന്നിട്ട് അവൾ ബില്ലിയെ കൊണ്ട് നേരെ പോകുന്നത് ആ ഗോൾഡാറിന്റെ അടുത്തേക്കും. അങ്ങനെ ഗോൾഡാറിന്റെ നേരെ മുകളിലെത്തി കഴിയുമ്പോൾ അവൾ ബില്ലിയുടെ സോഡ് എടുത്തിട്ട് ഗോൾഡാറിന്റെ അകത്തേക്ക് ഇട്ടു. അങ്ങനെ അത് ഗോൾഡാറിന്റെ അകത്തേക്ക് വീണതും ബില്ലി ഒരു ബട്ടണിൽ ഞെക്കി. അതിനെ തുടർന്ന് വലിയൊരു പൊട്ടിതെറിയാണ് നടക്കുന്നത്. അതിൽപ്പെട്ട് ഗോൾഡാർ ആണെങ്കിൽ പുറകിലേക്ക് തെറിച്ചു വീണു. മാത്രമല്ല റീത്തയും തെറിച്ചുപോയി. അങ്ങനെ ഗോൾഡാർ വീണ് കഴിഞ്ഞപ്പം റീത്ത ഉണ്ടാക്കിയ ബാക്കിയുള്ള മുഴുവൻ മോൺസ്റ്റേഴ്സും താഴേക്ക് വീണു. ഇതൊക്കെ കാണുമ്പോൾ പവർ റേഞ്ചേഴ്സിന് ശരിക്കും സമാധാനമായി. ഗോൾഡാറിന്റെ പണി തീർന്നു എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ അവരുടെ പ്രതീക്ഷ തെറ്റി. ഗോൾഡാറിന് ഒന്നും പറ്റിയിട്ടില്ല. അതിപ്പോ അവിടെ വീണ് കിടക്കുന്ന റീത്തയെ എഴുന്നേപ്പിച്ചു. അതിനുശേഷം ഗോൾഡാർ അവിടെ നിന്ന് എഴുന്നേറ്റു. ഇതൊക്കെ കണ്ട് ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആർക്കും ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഗോൾഡാർ അവിടെ നിന്ന് എഴുന്നേറ്റിന് ശേഷം അത് നിലത്തൊരൊറ്റ അടി കൊടുക്കുകയാണ്. അതിനെ തുടർന്ന് ഭൂമിക്കടിയിലേക്ക് വലിയൊരു കുഴിയുണ്ടായി. അതിനകത്ത് മൊത്തം ലാവയാണ്. മാത്രമല്ല അതിന്റെ ഇടയിൽ ആ സിയോ ക്രിസ്റ്റലും കിടക്കുന്നുണ്ട്. ഗോൾഡാർ പതെടുക്കാൻ തുടങ്ങുമ്പോൾ പവർ റേഞ്ചേഴ്സ് എല്ലാം അവരുടെ സോഡുമായിട്ട് ആ കുഴിക്ക് മുന്നിലായിട്ട് ഇങ്ങനെ നിരന്നു നിന്നു. എന്നിട്ട് അവരെല്ലാവരും ഒരുമിച്ച് ഗോൾഡാർ നേരെ ഷൂട്ട് ചെയ്യാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഗോൾഡാർ വേഗം തന്നെ അവരുടെ അടുത്തേക്ക് എന്നിട്ട് അവരുടെ സോഡിനെല്ലാം പിടിച്ച് തള്ളാൻ തുടങ്ങി. എന്ത് കാണിച്ചിട്ടും പവർ റേഞ്ചേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഗോൾഡാർ ആ സോഡ്സ് മൊത്തം തള്ളി ആ കുഴിക്കകത്തേക്ക് ഇട്ടു. അതിനെ തുടർന്ന് പവർ റേഞ്ചേഴ്സ് എല്ലാവരും ആ ലാവയ്ക്കകത്തേക്കാണ് വീണു വന്നത്. അങ്ങനെ പവർ റേഞ്ചേഴ്സ് എല്ലാവരും താഴേക്ക് പോയി കഴിഞ്ഞപ്പം ഗോൾഡാർ ഇപ്പം ആ സിയോ ക്രിസ്റ്റൽ എടുക്കാൻ തുടങ്ങാണ്. എന്നാൽ അടുത്ത സെക്കൻഡിൽ ആ കുഴിയിൽ നിന്നും വലിയൊരു രൂപം പുറത്തേക്ക് വന്നു. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവർ റേഞ്ചേഴ്സിന്റെ സോഡ്സ് എല്ലാം കൂടെ ആ ലാവയിലേക്ക് വീണ് കഴിഞ്ഞപ്പം അതെല്ലാം കൂടി ചേർന്നിട്ട് ഒരൊറ്റ സോഡായിട്ട് മാറി. ഇതിനെ മെഗാസോഡ് എന്നാണ് പറയുന്നത്. ആ മെഗാസോഡിന്റെ അകത്ത് ഈ പവർ റേഞ്ചേഴ്സ് എല്ലാവരും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ മെഗാസോഡ് അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ റീത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗോൾഡാറിന്റെ ദേഹത്തേക്ക് കയറി. എന്നിട്ട് അവൾ അതിന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പോവാണ്. അങ്ങനെ ഗോൾഡാറും ആ മെഗാസോഡും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് സമയത്തെ ഫൈറ്റിനുള്ളിൽ തന്നെ മെഗാസോഡ് ഗോൾഡാറിന് ഇടിച്ചിട്ടു. അതിനുശേഷം അതിന്റെ നെഞ്ചിലായിട്ടൊരു കുത്തു കൊടുക്കുകയാണ്. അങ്ങനെ ഗോൾഡാർ വീണ് കഴിഞ്ഞപ്പം റീത്ത് അതിൽ നിന്ന് വെളിയിലേക്ക് വന്നു. എന്നിട്ട് അവളിപ്പോൾ പവർ റേഞ്ചേഴ്സിനോട് പറയുന്നത്, അങ്ങനെ നിങ്ങൾ ജയിച്ചു എന്നൊന്നും വിചാരിക്കണ്ട. എനിക്ക് ആ സിയോ ക്രിസ്റ്റൽ കിട്ടിയില്ലെങ്കിൽ അതെടുക്കാൻ വേറെ ആരെങ്കിലും വരുന്നതാണ്. അതേക്കുമ്പം അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. നിന്നെന്തായാലും ഞങ്ങൾ ഇവിടുന്ന് വിടാൻ പോകുന്നില്ല. നീ വേഗം തന്നെ നിന്റെ കയ്യിലുള്ള കോയിനും ആ വടിയും ഞങ്ങൾക്ക് താ. എന്നിട്ട് നിന്നെ ഞങ്ങൾ സോഡന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. നിന്നെ എന്ത് ചെയ്യണമെന്ന് സോഡൻ തീരുമാനിക്കട്ടെ. ജേസൺ ആണത് പറയുന്നത്. എന്നാൽ ജേസൺ അത് പറഞ്ഞു കഴിഞ്ഞപ്പം റീത്തയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. എന്റെ കാര്യം തീരുമാനിക്കാൻ സോഡൻ ആരാണ്, അതെനിക്കൊന്ന് കാണണമല്ലോ എന്നും പറഞ്ഞിട്ട് അവൾ അവളുടെ ആ വടിയുമായിട്ട് ആ മെഗാസോഡിന്റെ അടുത്തേക്ക് ഒരൊറ്റ ചാടും. എന്നാൽ അവൾ ആ വടിയെടുത്തിട്ട് അതിന് കുത്തുമ്പോഴേക്കും മെഗാസോഡ് അവക്കിട്ട് ഒരൊറ്റ അടി കൊടുത്തു. അതിനെ തുടർന്ന് അവൾ നേരെ സ്പേസിലേക്ക് തെറിച്ചു പോവാണ്. അങ്ങനെ അവൾ സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം അവൾ പൂർണ്ണമായിട്ട് ഐസായി പോയി. ഈ സമയം തന്നെ ഈ ഫൈറ്റ് എല്ലാം അവിടുത്തെ നാട്ടുകാർ നോക്കി നിൽക്കുന്നുണ്ട്. ഇപ്പൊ പവർ റേഞ്ചേഴ്സ് അവരെ രക്ഷിച്ചതുകൊണ്ട് അവരെല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ കൈയടിക്കുകയാണ്. അത് കാണുമ്പോൾ അവർക്കും സന്തോഷമായി. അങ്ങനെ ഈ ഫൈറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ജെയ്സൺ മാത്രം ഇപ്പൊ സോഡന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവൻ അവന്റെ ആർമർ അവിടെ വെച്ചു.
അത് കാണുമ്പം നീ എന്തിനാണ് അത് ഇവിടെ വയ്ക്കുന്നത്, അത് നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്നാണ് സോഡൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഇപ്പൊ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നോളാം എന്നും പറഞ്ഞിട്ട് ജെയ്സൺ അവിടെ നിന്ന് പോയി. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ മൊത്തം ഈ പവർ റേഞ്ചേഴ്സിനെ കുറിച്ചുള്ള വാർത്തകളാണ്. മാത്രമല്ല കുട്ടികളെല്ലാവരും ഇപ്പൊ ഇവരെ കുറിച്ചാണ് പറഞ്ഞു നടക്കുന്നത്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ പവർ റേഞ്ചേഴ്സ് ആണെങ്കിൽ പഴയതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് കിടക്കുകയും ചെയ്തു. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.